ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവരോട് എന്ന വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്കറിയാം, ദീനുൽ ഇസ്ലാം ഇൽമിൻ്റെ ദീനാണ്. ഈ ദീനിൽ ഇൽമിന് നൽകപ്പെട്ടിട്ടുള്ള, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനം, പദവി, മഹത്വങ്ങൾ ഇത് മറ്റൊരു കാര്യത്തിനും ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ആദ്യം ഇറങ്ങുന്ന ആയത്തേതാണ്? ഏതാണ്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വായിക്കാനാണ് ഏറ്റവും ആദ്യത്തെ വഹീൻ്റെ ഒന്നാമത്തെ പദം. വായിക്കാനുള്ള കൽപ്പനയാണ്. അതുപോലെ തന്നെ ഖുർആനിൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടുതൽ കിട്ടാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. കൂടുതൽ കിട്ടാൻ. അതെന്തല്ല? ആയുസ്സല്ല, സമ്പത്തല്ല, സൗന്ദര്യമല്ല, ആരോഗ്യമല്ല. കൂടുതൽ കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ ഖുർആനിൽ ഒരേ ഒരു കാര്യമേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. എന്താണത്? വഖുർ റബ്ബി സിദ്നി ഇൽമ. റബ്ബേ, നീ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണം. വേറൊരു കാര്യം എന്ത് ചെയ്തിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടുതൽ കിട്ടാൻ വേണ്ടി ചോദിക്കാൻ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഇൽമിൻ്റെ ഫളലുകൾ അതുമാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മിഫ്താഹു ദാരി സആദ എന്ന കിതാബിൻ്റെ തുടക്കത്തിൽ ഇൽമിൻ്റെ ഫളലുകൾ അത് അദ്ദേഹം എണ്ണി ഓരോന്നായി 100ഓളം ഫളലുകൾ, 100ൽ പരം ഫളലുകൾ, ശ്രേഷ്ഠതകൾ ഇൽമിൻ്റെ ആയത്തുകളിലും ഹദീസുകളിലും ഉള്ളത് മാത്രം. സലഫുകളുടെ അക്വാലുകളിലേക്കോ മുൻഗാമികളുടെ ചരിത്രത്തിലേക്കോ ഒന്നും കടക്കാതെ ഖുർആനിൻ്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മാത്രം അറിയിക്കുന്ന ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ എണ്ണിപ്പറഞ്ഞിട്ട് 100ൽ പരം അദ്ദേഹം എണ്ണിയെടുക്കുന്നുണ്ട്. അത്രമാത്രം ദീനുൽ ഇസ്ലാമിൽ ഇൽമിന് ശ്രേഷ്ഠതയുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൽ ഇൽമിന് ഇത്രയും ശ്രേഷ്ഠത? കാരണം ഒരാൾ ദീനുൽ ഇസ്ലാമിലായത്, മുസ്ലിം ആയത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അതാണ്. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടെങ്കിലേ നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരു കാര്യം കൊണ്ടും നമ്മൾക്ക് നമ്മുടെ പരലോക വിജയം സാധിക്കൂല. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുക എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മളറിയണം. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ വിശ്വസിച്ചാലാണ് അള്ളാഹു അത് തൃപ്തിപ്പെടുക? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചാലാണ് അള്ളാഹു തൃപ്തിപ്പെടുക? ഞാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാലാണ് അള്ളാഹു തൃപ്തിപ്പെടുക എന്ന് നമ്മൾക്ക് ഏറ്റവും ആദ്യം അറിവ് വേണം. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ നമ്മുടെ സംസാരവും വിശ്വാസവും പ്രവർത്തനവും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ദീനിനെ സംബന്ധിച്ച് അറിവില്ലെങ്കിൽ, ദീനിൽ നിങ്ങൾക്ക് ഇൽമില്ലെങ്കിൽ, നിങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന ജീവിതത്തിലാണോ അള്ളാഹു വെറുക്കുന്ന ജീവിതത്തിലാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ, വേറെ രൂപത്തിൽ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്കാണോ പോവുക, സ്വർഗത്തിലേക്കാണോ പോവുക എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. ഏതുവരേക്കും? ഇൽമ് നിങ്ങൾ കരസ്ഥമാക്കാത്തിടത്തോളം, നിങ്ങൾ ഇൽമ് പഠിക്കാത്തിടത്തോളം. അപ്പം ഈ ഇൽമ്
അള്ളാഹു സുബ്ഹാനഹു ആയത്തിൽ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? അല്ലിമൂഹും വ അദ്ദിബൂഹും. എങ്ങനെയാണ് കുടുംബത്തെ നരകത്തിന് രക്ഷപ്പെടുത്തേണ്ടത്? അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിലും നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിലും മറ്റേതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിലും അവർക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യം ദീനിലുള്ള അറിവാണ്. എന്താണത്? അതിൻ്റെ വിശദീകരണം എന്താ? ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. നമ്മൾക്ക് അള്ളാഹു ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, നമ്മൾക്ക് മേൽ അള്ളാഹു നിർബന്ധമാക്കിയ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഹറാമുകളും വാജിബാത്തുകളും. നമ്മുടെ മേൽ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട ബാധ്യതകൾ ഒരു വശത്തും, നമ്മൾ ചെയ്താൽ റബ്ബിൻ്റെ അടുക്കൽ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഹറാമുകൾ മറുവശത്തും. ഈ ഹറാമുകൾ ചെയ്യാതെയും ഈ വാജിബുകൾ ഒന്നും ഒഴിവാകാതെയും ജീവിക്കുന്ന ഒരാളാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുക. അപ്പം നമ്മൾക്ക് അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കണമെങ്കിൽ എന്തറിഞ്ഞേ തീരൂ? നമ്മുടെ മേൽ എന്തൊക്കെ വാജിബുകളുണ്ട്, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊക്കെ ഹറാമുകളുണ്ട്, ഇതറിയാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവൻ്റെ മേലുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇതറിയാതെ അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല? അവൻ്റെ ജീവിതത്തിലെ ഹറാമുകൾ ഒഴിവാക്കി നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ ചിലപ്പോൾ എന്തായിരിക്കും? ഒരു മകനായിരിക്കും, ഒരു സഹോദരനായിരിക്കും, ഒരു ഉപ്പയായിരിക്കും, ഒരു ഭർത്താവായിരിക്കും, ഒരു അയൽക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ എല്ലാ നിലയ്ക്കും, ഓരോ നിലയ്ക്കും അവൻ ഒരുപാട് ബാധ്യതകൾ, നിർബന്ധമായിട്ടുള്ള കടമകൾ അവന് ദീൻ പഠിപ്പിച്ചു തരുന്ന, നിർബന്ധമായും പാലിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് കടമകളുണ്ട്. ഈ കടമകൾ ഇവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ ഒരിക്കലും ആ കടമകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. മാതാപിതാക്കളോട് ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്തൊക്കെ കടമകളുണ്ട് എന്നറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ആ കടമകൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അപ്പം ആ കടമകൾ പൂർത്തീകരിച്ചില്ലതിൻ്റെ അർത്ഥം എന്താ? അവൻ ആ വാജിബിൽ വീഴ്ച വരുത്തി. ആ വാജിബിൽ വീഴ്ച വരുത്തിയാൽ അവൻ എന്ത് ചെയ്തിട്ടില്ല? റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയവനായിട്ടില്ല. അതേപോലെ തന്നെ മറുവശം ഹറാമുകൾ. ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ, അവൻ പലതിലും ഓരോ ദിവസം ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്, ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, പല ബിസിനസ്സുകൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പയറ്റി നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ബിസിനസ്സുകളിൽ പലതും, അവൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഹറാമാണ്. പല കച്ചവട രീതികളും ഹറാമായിട്ടുള്ളതാണ്. ചിലപ്പോൾ അവൻ ദിവസവും ഡെയിലി ആ കച്ചവടം ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഡെയിലി അവൻ എന്ത് ചെയ്യണം? അവൻ അറിയാതെ ഹറാമ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ഇങ്ങനെ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ദീനുൽ ഇസ്ലാമിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ അൽ ഇൽമു ഖബലൽ ഖൗലി വൽ അമൽ. നമുക്ക് ഒരു കാര്യം വിശ്വസിക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും അതിനു മുമ്പ് ഇൽമുണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഇൽമുണ്ടായിരിക്കൽ നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞത്രയേ ഉള്ളൂ, ദീൻ പഠിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ദീൻ പഠിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ പഠിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ഓരോ മുസ്ലിമും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരളവുണ്ട്. അതിന് ഫർള് ഐൻ എന്ന് പറയാം. ഈ ഒരളവ് ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അവൻ പള്ളിയിൽ ഉസ്താദല്ലെങ്കിലും, അവൻ ക്ലാസ് എടുക്കുന്ന ആളല്ലെങ്കിലും, കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളൊന്നും അല്ലെങ്കിലും, ഈ ഒരു അറിവ് അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ റബ്ബിൻ്റെ അടുക്കൽ കുറ്റക്കാരനാണ്. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിൻ്റെ മേലും, ശ്രദ്ധിക്കണം, ഓരോ മുസ്ലിമിൻ്റെ മേലും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പ്രായപൂർത്തിയെത്തിയ ഓരോരുത്തരും,
പണിക്കാരനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, മുതലാളി ആയിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, ഇമാം ആയിക്കോട്ടെ, മഅ്മൂം ആയിക്കോട്ടെ, ആരാണെങ്കിലും ഓരോ മുസ്ലിമിനും അറിവന്വേഷിക്കൽ നിർബന്ധമാണ്. എത്ര വരേക്കും? അറിവ് മുഴുവൻ കരസ്ഥമാക്കണമെന്നോ എല്ലാവരും പണ്ഡിതന്മാരും ആലിമുകളും അല്ലാമുകളും ആവണമെന്നല്ല. നമ്മളുടെ തടി നരകത്തിന് സലാമത്താക്കാൻ നമ്മൾക്ക് ചില അറിവുകൾ കൂടിയേ തീരുവാർ നമുക്ക് നിവൃത്തിയില്ല. നമുക്ക് എൻ്റെ റബ്ബിനോട് ഞാൻ എന്തൊക്കെ ബാധ്യതകൾ പൂർത്തീകരിക്കാനുണ്ട് നമ്മൾക്ക് തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ആ വാജിബുകളെ പറ്റി നമ്മൾ അറിയണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഹറാമുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ആ ഹറാമുകളെ പറ്റി അറിയണം. അങ്ങനെ അത് അറിഞ്ഞ് മാറ്റം വരുത്തി വാജിബുകൾ പൂർത്തീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കിയിട്ടു. ഈ ഒരു അളവ് നമ്മൾ അറിയുക എന്നുള്ളത് നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അതിലേറ്റവും ആദ്യം വരുന്ന കാര്യമാണ് എന്ത്? തൗഹീദും ഈമാൻ, വിശ്വാസകാര്യം ഏറ്റവും ആദ്യം വരുന്ന കാര്യമാണ്. ഒരാൾ മുസ്ലിമായി കുറേ കൊല്ലം ജീവിക്കുന്നു, അവന് തൗഹീദിൻ്റെ ഇനങ്ങൾ അറിയില്ല. ഷിർക്ക് അവൻ്റെ ചുറ്റുപാടുമുള്ള രൂപങ്ങൾ, ഇനങ്ങൾ അവനറിയില്ല. ഒരാൾ മുസ്ലിം അല്ലാതാക്കുന്ന കുഫറിൻ്റെ ഇനങ്ങൾ അവൻ അറിയില്ലെങ്കിൽ അവൻ ഐഡൻറ്റിറ്റിയിൽ മുസ്ലിം ആയിരിക്കും, സർട്ടിഫിക്കറ്റിൽ അവൻ്റെ മതം ഇസ്ലാം ആയിരിക്കും, പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ അവൻ മുസ്ലിം ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്നത് മുസ്ലിം അല്ലാതെ ആയിരിക്കും. കാരണം അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവന് ഷിർക്കിലായിരിക്കും. അവൻ വിചാരിക്കുക ഈ ഷിർക്ക് തൗഹീദാണ്. അവൻ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും, അവൻ്റെ സംസാരങ്ങൾ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ. പക്ഷെ അവൻ വിചാരിക്കുന്ന ഞാൻ വലിയ മുത്തഖയാണെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നല്ല വിചാരങ്ങൾ കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ ആവേശം കൊണ്ടോ ഈ ദീനിലൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്തെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ ഉപകരിക്കണമെങ്കിൽ അത് ഇൽമ കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് റഹിമുള്ള പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഇൽമിലേക്ക് അവൻ വെള്ളം കുടിക്കുന്നതിലേക്കും ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ആവശ്യക്കാരനാണ്. വെള്ളം കുടിക്കുന്നതിനേക്കാളും ഭക്ഷണം കുടിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യൻ ഇൽമിലേക്ക് ആവശ്യക്കാരനാണ്. അത് നിങ്ങൾക്ക് അത് ശരിക്കും അതിൻ്റെ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അറിവ് കരസ്ഥമാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെടും. ഞാൻ ഇത്ര വർഷമായി ഈ ഡെയിലി ഈ ചെയ്തിരുന്ന കാര്യം ഇത് ഹറാമാണല്ലോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ചില രംഗങ്ങൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ചു, ഞാൻ ഇത്ര ദിവസം ഇത്ര വർഷക്കാലം ഈ ഹറാമിൽ തന്നെ തുടർന്നിട്ടുണ്ടെങ്കിൽ ഇതെത്രമാത്രം വലിയ തിന്മയായി റബ്ബിൻ്റെ അടുക്കൽ മാറിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ കരുതുന്ന, നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് തഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അളീം, അള്ളാഹ് ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ ചെറിയ നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ടാവും, പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ ഇത് വലിയ ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാൻ മടിയുള്ളത് കൊണ്ടും കേൾക്കാൻ ഒരു അറപ്പുള്ളത് കൊണ്ടും പഠിക്കാത്ത പല വിഷയങ്ങളുണ്ട്. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടും അവൻ്റെ മറ്റ് പല പ്രൈവറ്റായിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും അതിൽ തന്നെ പല വിഷയങ്ങളും അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി മാത്രം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആമ്മത്തു അഹ്ലിൽ അദാബിൽ ഖബ്രി മിനൽ ബൗൽ, ഏറ്റവും അധികം ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്തിൻ്റെ വിഷയത്തിലാണെന്നറിയോ? മൂത്രത്തിൻ്റെ വിഷയത്തിൽ. മൂത്രം ഒഴിക്കുമ്പോൾ എങ്ങനെ ഒഴിക്കണം, എൻ്റെ വസ്ത്രത്തിലാകാതെ ഒരു തുള്ളി പോലും ആകാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഔറത്താരും കാണാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഗൗരവത്തിലെടുക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾ, അതുകൊണ്ടാണ് ഏറ്റവും അധികം ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്ന പല വിഷയങ്ങളും വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് വേണം? കൃത്യമായ അറിവ്. ഇത് ഏതുപോലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്ന പോലെ നമ്മൾ ദുനിയാവിലൊരു യാത്രയിലാണ്. ദുനിയാവ് മൊത്തം നമ്മൾ അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയിലാണ്. മരിക്കുന്നത് വരേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മരണത്തോടു കൂടിയിട്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്. ഈ യാത്രയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് അപകടങ്ങളുണ്ട്.
വഴിക്കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും വന്യജീവികളും വലിയ കുഴികളും അപകടങ്ങളൊക്കെ നിറഞ്ഞ വളരെ ദീർഘമായ ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മുടെ കയ്യിൽ വെളിച്ചമില്ല എന്നു മാത്രമല്ല, നമ്മളിൽ പലർക്കും കണ്ണ് കാണുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ യാത്രയിൽ തുടർന്നാൽ എത്ര പേര് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും? കണ്ണ് കാണാത്ത, കയ്യിൽ വെളിച്ചമില്ലാത്ത, എന്തെങ്കിലും അപകടങ്ങൾ വന്നാൽ പ്രതിരോധിക്കാൻ ആയുധമില്ലാത്ത ഒരാൾ ഇങ്ങനൊരു യാത്രയിൽ എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം? ഇതേപോലെ തന്നെ ദീൻ പഠിക്കാത്ത ഒരാൾ അവൻ സ്വർഗത്തിലേക്ക് എത്തുമെന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയില്ല. വളരെ റയർ കേസാണ് അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് എത്താറ്. അപൂർവം മാത്രം സംഭവിക്കുന്ന കാര്യം. നമ്മൾക്ക് വളരെയധികം അനിവാര്യമായും വേണ്ട വിഷയമാണ് അറിവെന്നുള്ളത്, ദീനിൽ ഇൽമെന്നുള്ളത്. ഈ ഇൽമ് നമ്മൾ കരസ്ഥമാക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഫർള് ഐനായിട്ടുള്ള ഓരോരുത്തർക്കും, ഓരോ മുസ്ലിമിനും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരളവുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്ന മേഖലകൾ നോക്കുക. ആ മേഖലകളിൽ ഞാൻ പാലിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുക. ആ മേഖലകളിൽ എനിക്ക് എന്തെങ്കിലും ഹറാമുകൾ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മേൽ നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട അറിവിൻ്റെ ആ അളവ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ ലോകാടിസ്ഥാനത്തിലുള്ള അന്താരാഷ്ട്ര കാര്യങ്ങളും അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നതും ചരിത്രങ്ങളും അങ്ങനെ ഇങ്ങനെ ഇതൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം നോക്കുക, നിങ്ങളുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് നോക്കുക, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ രാത്രി ഉറങ്ങുന്നവരേക്കുള്ള പല കാര്യങ്ങളുണ്ട്. വസ്ത്രം ധരിക്കുന്നതും അഴിക്കുന്നതും ബാത്റൂമിൽ പ്രവേശിക്കുന്നതും വീട്ടുകാരോട് ഇടപഴകുന്നതും, വീട്ടുകാരിൽ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ഇവരോടൊക്കെ ഏത് രൂപത്തിൽ പെരുമാറണം, ഇങ്ങനെ ഓരോരോരോ കാര്യങ്ങളിലും ദീനിൻ്റെ കൃത്യമായ അധ്യാപനങ്ങളുണ്ട്. ഇതിൽ നമ്മൾ വലിയ വീഴ്ചകൾ വരുത്തുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ഇതറിയാൻ ഏറ്റവും നല്ല വഴി എന്താ? ഏറ്റവും നല്ല വഴി എന്നുള്ളത് ചോദിക്കാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, ഇന്നമ ഷിഫാ ഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ മരുന്നെന്താ? ചോദ്യമാണ്. അറിയില്ലെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വാശി, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ചെറിയ ക്വാളിറ്റിയാണ് എന്ത്? അടിസ്ഥാനപരമായ ഒരു നിങ്ങളുടെ ഒരു മീസത്താണ്, ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് വേണ്ടൊരു ക്വാളിറ്റിയാണ്. അറിയാതെ ഞാൻ വിശ്വസിക്കൂല, കൃത്യമായ തെളിവില്ലാതെ ഞാനത് സംസാരിക്കൂല, കൃത്യമായി അറിഞ്ഞിട്ടല്ലാതെ ഞാനങ്ങനെ പ്രവർത്തിക്കൂല. ഈ ഒരു ഉറച്ച ബോധ്യം നിങ്ങൾക്ക് വേണം. നാട്ടുകാരെല്ലാവരും ഈ രൂപത്തിൽ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ നിസ്കരിക്കണം. ആ വാശി നിങ്ങൾക്ക് വേണം. കുടുംബക്കാരെല്ലാവരും ഭാര്യമാരോട് ഈ രൂപത്തിലാണ് പെരുമാറുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് ഏത് രൂപത്തിലാണ് വർത്തിച്ചത് എന്ന് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കണം. ഓരോന്നും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ, ഈ വാശി വേണം. നാട്ടുകാർ ചെയ്യുന്നത് കൊണ്ടോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കേട്ടുകേൾവി കൊണ്ടോ ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഒരു കാര്യവും ദീനായി വിശ്വസിക്കൂല, സംസാരിക്കൂല, പ്രവർത്തിക്കൂല. ആദ്യം അറിഞ്ഞ് കൃത്യമായ ആയത്തും ഹദീസും കിട്ടി ഞാൻ വിശ്വസിക്കും. കൃത്യമായ തെളിവുകൾ കണ്ടിട്ട് ദീനിൽ അനുവദിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ സംസാരിക്കും. അങ്ങനെ തന്നെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഒരു നിലപാട്, ഒരു വാശി നമുക്ക് വേണം. ഈ ഒരു വാശി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, കച്ചവടത്തിലായിക്കോട്ടെ, വീട്ടുകാരുടെ പെരുമാറ്റത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു വിഷയത്തിലായിക്കോട്ടെ, ഇബാദത്തുകളിലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അപ്പോൾ ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിച്ച് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടാവരുത്. ചോദിക്കാൻ ഒരാൾ മടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിത്തീർന്നു? അവൻ്റെ ഇൽമ കിട്ടാനുള്ള വഴികൾ അതിൻ്റെ പകുതി മടഞ്ഞുപോയി.
ഒരാൾ ചോദിക്കാൻ മടിക്കുകയാണ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. ചിലപ്പോൾ കിബർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നമ്മൾക്ക് ദീനിൽ വിധി അറിയാത്ത, അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിലെ നിലപാടെന്തെന്നറിയാത്ത വിഷയത്തിൽ നമ്മൾ ചോദിക്കാൻ തയ്യാറാണ്. ഇത്രയും പറഞ്ഞത് ഈ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ ഈ ഇൽമിൻ്റെ വഴിയിലേക്ക് ഇൽമ് പഠിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരാൾ ഈ വഴിയിൽ പ്രവേശിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറിവ് കരസ്ഥമാക്കുക, അല്ലെങ്കിൽ ഇൽമുള്ള ഒരാളായി തീരുക, അല്ലെങ്കിൽ ഒരുപാട് ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അറിവ് ലഭിക്കുന്ന ഒരാളായി തീരുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഒന്നാമത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റേണ്ട കൺസെപ്റ്റ് എന്നുള്ളത്, ഇതൊരിക്കലും ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അപൂർവം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. വളരെ എളുപ്പമാണ്. ദീൻ പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ ബുഖാരിയെ പോലെ അല്ലെങ്കിൽ ഇബ്നു തൈമിയെ പോലെ വലിയ അത്രയും ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയൊക്കെയുള്ള, അത്രയും IQ പവർ, മെമ്മറി പവറൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ദീൻ പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം. നമ്മൾ ശ്രദ്ധിക്കണം, ദീൻ പഠനം അത് പ്രയാസമുള്ളതായി തീരുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. രണ്ടാമതൊരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ദീൻ പഠനം നമുക്ക് പ്രയാസമുള്ളത് അനുഭവപ്പെടുന്നത് രണ്ടാമതൊരു കാരണം കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്താ, എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടതെന്ന് അറിയാത്ത, എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത് എന്നതിനെ പറ്റി അറിവില്ലാതിരിക്കുക. ഒരാൾക്ക് അറിയില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവനതിൻ്റെ പ്രാധാന്യം അറിയാം, മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് അവനറിയില്ല. അതിൻ്റെ രീതികൾ അറിയില്ല, അതിന് സഞ്ചരിക്കേണ്ട വഴികൾ അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യത. രണ്ടാമത്തേത് എന്നുള്ളത്, ഒരാൾക്ക് ഈ വഴി അറിയാം, എങ്ങനെ പഠിക്കണം, ഏത് രൂപത്തിലാണ് അറിവ് കരസ്ഥമാക്കണം ഒക്കെ അറിയാം. പക്ഷെ ആ അറിഞ്ഞ രൂപത്തിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, ആ അറിഞ്ഞ വഴിയിൽ അവൻ ഉറച്ചു നിൽക്കുന്നില്ല. അത് പല കാരണങ്ങളുണ്ടാവും. ചിലർക്ക് ദാരിദ്ര്യം കാരണത്താൽ എത്ര തുല്ലാബുകളാണ്. ഞാൻ തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എത്രയോ ആളുകൾ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും പട്ടിണിയും മറ്റുള്ള സാമ്പത്തികമായ ഞെരുക്കങ്ങളും മറ്റ് പ്രയാസങ്ങൾ എല്ലാ നിലയ്ക്കു നിന്നും ബുദ്ധിമുട്ടി ഒരു നിവൃത്തിയുമില്ലാതായി കച്ചവടത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഇറങ്ങി അങ്ങനെ അതിൽ തന്നെ കുടുങ്ങിപ്പോയി ദീൻ പഠിക്കാൻ പറ്റാതായി പോയിട്ടുള്ള ഒരുപാട് തുല്ലാബുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഉള്ളിൽ ആ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. റബ്ബ് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പഠിക്കാനുള്ള എളുപ്പം നൽകിയിട്ടില്ല. അങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ മുടങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇപ്പോഴും ദീൻ പഠിക്കാനുള്ള എളുപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്കിപ്പോഴും ദീൻ പഠിക്കാനുള്ള എളുപ്പം കിട്ടുന്നെങ്കിൽ റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. എങ്ങനെയാണ് ദീൻ പഠിക്കുന്നതിന് വഴി എന്താ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, ഇതിനെ പറ്റിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതും അതിൽ തന്നെ ആയിക്കൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. നമുക്ക് എത്തിച്ചു തരാനുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ. അലൈക ഇല്ലൽ ബലാഗ്, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എനിക്കിത്രേ പറയാനുള്ളൂ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അത് ദുനിയാവിൽ കണ്ടിട്ടില്ലെങ്കിലും ആഖിറത്തിൽ ഉറപ്പായും കാണും. നിങ്ങൾ ഒരിക്കലും ഈ ദീൻ പഠിക്കേണ്ടത്
ഇങ്ങനെ പഠിപ്പിക്കാനോ ആളുകൾ അറിയപ്പെടാനോ അല്ലെങ്കിൽ ആളുകൾ നമ്മളിലേക്ക് വിരൽ ചൂണ്ടാനോ അല്ലെങ്കിൽ നമ്മൾ ആളുകൾക്കിടയിൽ കുറച്ചുകൂടി സ്ഥാനമുള്ള ഒരാളായി തീരാൻ ഒന്നിനുമല്ല. ദീൻ പഠിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ തടി നരകത്തുനിന്ന് സലാമത്താക്കുക എന്നുള്ള. രണ്ടാമത്തത് നമ്മൾക്ക് ആഖിറത്തിൽ നമുക്ക് സ്വർഗത്തിൽ എവിടെയെങ്കിലും കയറിയാൽ പോരാ. സ്വർഗത്തിന് ഏറ്റവും താഴെ ഒരു മൂലയ്ക്ക് എത്തിയാൽ പോരാ, മറിച്ച് എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും മുകളിലെത്തണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണിത്. ആ ഒരു വാശിയും താല്പര്യവും ആഖിറത്തിൽ എല്ലാവരെക്കാളും മുൻപന്തിയിലെത്തണം എന്നുള്ള ആ ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാവുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കും. എന്ത് ചോദിക്കാനാണ് പഠിപ്പിച്ചെന്നത്? ഫിർദൗസ് ചോദിക്കാനാണ് പഠിപ്പിച്ചു. ഫിർദൗസ് എവിടെയാണ്? ഫഇന്നഹു അഅലൽ ജന്ന വഔസതുൽ ജന്ന വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന. ഫിർദൗസ് സ്വർഗത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്, ഏറ്റവും നടുവിലെ ഭാഗമാണ്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകാൻ ആരംഭിക്കുന്ന ഫിർദൗസിൽ നിന്നാണ്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും നിഅമത്തുകളുടെയും സെൻറ്റർ പോയിൻ്റാണ് എന്ത്? ഫിർദൗസ്. അത് ചോദിക്കാൻ പറഞ്ഞ് നമ്മൾക്ക് അവിടെ എത്താൻ സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ വെറുതെ ആഗ്രഹങ്ങൾ കൊണ്ടോ വ്യാമോഹങ്ങൾ കൊണ്ട് മാത്രം എത്തൂല. അതിൻ്റേതായ ക്വാളിറ്റി വേണം. എന്താ ക്വാളിറ്റി? വലിയ ആലിമാകണം, അല്ലാമയാകണം, ഷെയ്ഖാകണം, ഷെയ്ഖുൽ ഇസ്ലാം ആകണം എന്നുള്ളതല്ല അതിൻ്റെ ക്വാളിറ്റി. അതിൻ്റെ ക്വാളിറ്റി ഇത്രയുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിച്ചിരുന്ന വാക്കുണ്ട്, ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ഏറ്റവും വലിയ പദവിയിൽ സ്വർഗത്തിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എന്താ? മൻ ത്വലബൽ ഇൽമ ലിയുഹിയ ബിഹിൽ ഇസ്ലാം ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ. ആരാണോ അറിവ് അന്വേഷിക്കുന്നത്, എങ്ങനെ അന്വേഷിക്കുന്നത്, എന്തിനു വേണ്ടി അന്വേഷിക്കുന്നത്? ലിയുഹിയ ബിഹിൽ ഇസ്ലാം, ആ അറിവ് കൊണ്ട് ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ. എന്ന് വെച്ചാൽ സ്വന്തത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കിയാൽ അവൻ ഇസ്ലാമിനെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. സ്വന്തത്തിൽ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് പ്രാവർത്തികമാക്കിയാൽ വീട്ടിൽ ഇസ്ലാം ജീവിച്ചു. അങ്ങനെ നാട്ടുകാർ മൊത്തം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരിൽ ഇസ്ലാം ജീവിക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഒരാൾ അറിവ് അന്വേഷിക്കുകയാണെങ്കിൽ ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ, അവൻ സിദ്ദീഖീങ്ങൾപ്പെട്ടവനാണ്. അവൻ്റെ ആഖിറത്തിലെ പദവി നബിമാരുടെ പദവിക്ക് തൊട്ട് താഴെയാണ്. നബിമാരുടെ പദവിക്ക് തൊട്ട് താഴെയാണ്. നമുക്കൊരിക്കലും നബിയുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കുമോ? ഇല്ല. റസൂലുമാരുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മൾക്ക് തൊട്ട് താഴെയുള്ള പദവി, നബിമാരും നബിമാരുടെ സ്വഹാബത്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് എത്താൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ടോപ്പിലുള്ള പദവിയാണ് എന്ത്? അത് ആർക്കുള്ളതാ? ശ്രദ്ധിക്കണം. ഇൽമ ഉള്ള ആലിമീങ്ങൾക്കും ഷെയ്ഖുമാർക്കും ഉലമാക്കൾക്കും മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾ ഈ നീയത്തോടുകൂടെ ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. അവന് മറ്റ് തടസ്സങ്ങൾ വരുന്നുണ്ട്, കച്ചവടം വരുന്നുണ്ട്, മറ്റ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ വരുന്നുണ്ട്, എങ്കിലും അവൻ ദീൻ പഠനം മുടക്കുന്നില്ല. ദീൻ പഠിച്ചുകൊണ്ടേ, ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുക. കടയിൽ ചെറിയൊരു തിരക്ക് ഒഴിയുമ്പോൾ ഉടനെ തന്നെ കിതാബ് എടുക്കുകയാണ്, ക്ലാസ്സുകൾ കേൾക്കുകയാണ്. ഇങ്ങനെ അവൻ ദീൻ പഠനം മുടക്കുന്നില്ല. അവൻ്റെ നീയത്തിന് മാറ്റം വരുന്നില്ല. അവൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല. അവൻ്റെ ലക്ഷ്യം ഇത് മാത്രമാണെങ്കിൽ അവൻ ആരും അറിയപ്പെടുന്ന ഒന്നുമായിട്ടില്ലെങ്കിലും അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ സ്ഥാനം ഏറ്റവും ഉയരത്തിലാണ്. മറ്റൊരാൾക്ക് അവൻ്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു മസാലയെ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിലും, ഒരായത്തെ ഹിഫ്ളാക്കാൻ സാധിക്കുള്ളൂ എങ്കിലും, ഒരു ഹദീസിൻ്റെ അർത്ഥമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എങ്കിലും അത് മതി. ഉറച്ചു നിൽക്കുക. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാ? അത് എന്നും നിലനിൽക്കുന്നതാണ്, കുറച്ചാണെങ്കിൽ. എന്ന് നിലനിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമം ദിവസവും കുറച്ചായി ഇതിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ പഠനം നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. ഇതിൽ തുടർന്നു കൊണ്ടേയിരിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീയത്ത് മാറിപ്പോവാതിരിക്കുക. മറ്റൊന്നുമല്ല നിങ്ങളുടെ ആഗ്രഹം ആവേണ്ടത്. ആലിമാകണമെന്നോ
അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കണമെന്നോ ആ രൂപത്തിൽ അറിയപ്പെടണമെന്നോ, അല്ലെങ്കിൽ ഇതൊന്നും ആവരുത്. റബ്ബിൻ്റെ അടുക്കലുള്ള തൃപ്തി മാത്രം, റബ്ബിൻ്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം, ഈ ഏറ്റവും വലിയ പദവി മാത്രം. മറ്റൊന്നും നമ്മൾക്ക് നിയത്തുണ്ടാവരുത്, മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാവരുത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുള്ളതാണ് ഏറ്റവും വലിയ പദവി സ്വർഗത്തിൽ. നിങ്ങൾക്കുള്ളതാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കാം, ഉദ്ദേശിക്കുന്നെങ്കിൽ പാഴാക്കി കളയാം. നിങ്ങളുടെ തീരുമാനം പോലെ. അപ്പോൾ ഈ ദീൻ പഠിക്കുക എന്നുള്ള ഇബാദത്ത്, ഇത് ഇത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തിനാണ് ഈ ഒരു കാര്യം ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പദവി കിട്ടുന്ന ഈ പ്രവർത്തനം നമ്മൾ പറഞ്ഞു, ഒരാൾക്കും സ്വർഗത്തിൽ ഇവൻ്റെ പദവിയോളം എത്താൻ സാധിക്കൂല. അത്രയും മഹത്തരമായ ഇബാദത്താണ് ദീൻ പഠനം. പക്ഷേ ഇതിൻ്റെ നീയത്ത് മാറിക്കഴിഞ്ഞാൽ ആൾക്കാരെന്നെ അങ്ങനെ വിചാരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആൾക്കാർക്കിടയിൽ വലിയൊരു പദവി കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടണം, ഫേമസ് ആവണം, അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സ് വേണം, കുറേ ലൈക്ക് കിട്ടണം, ഷെയർ കിട്ടണം, ഈ ഒരു ചിന്ത, ഇങ്ങനെ എന്തെങ്കിലും ദുനിയാവിൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അതിലൂടെ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഈ ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ നിന്ന് വലിയ ഒരു തറവാട്ടിൽപ്പെട്ടൊരു പെൺകുട്ടി വിവാഹം കഴിക്കണം, ഇങ്ങനെ എന്തെങ്കിലും ദുനിയാവിൻ്റെ ചിന്തകൾ ഈ ദീൻ പഠനത്തിൽ അവൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, അവൻ്റെ ലക്ഷ്യമായി തീർന്നു കഴിഞ്ഞാൽ, ഏറ്റവും മുകളിലെത്തേണ്ട ആൾ ഏറ്റവും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഔവലുമൻ തുസഅറു ബിഹിമുന്നാറു സലാസ. ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക 3 വിഭാഗം ആൾക്കാരാണ്. ആരൊക്കെ 3 വിഭാഗം? അതിലൊന്നാമത് പറയുന്ന ആരാ? റജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ വഖറഅൽ ഖുർആൻ. ഒന്നാമത്തെ വിഭാഗം ആരാ? അവൻ ദീൻ പഠിച്ചു, ദീൻ പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. ഇവനെ അള്ളാഹു സുബ്ഹാനഹു അടുക്കലേക്ക് കൊണ്ടുവരും. ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. അവൻ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും, അവനത് അംഗീകരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഈ അനുഗ്രഹങ്ങൾക്ക് പകരം എന്താണ് നീ എനിക്ക് വേണ്ടി ചെയ്തത്? ഞാൻ നിനക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ട് നീ അതിന് പകരം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്താ പറയുക? അള്ളാഹുവേ, ഞാൻ നിൻ്റെ മാർഗത്തിൽ ദീൻ പഠിച്ചു, നിൻ്റെ മാർഗത്തിൽ ദീൻ പഠിപ്പിച്ചു, നിനക്ക് വേണ്ടി നിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹ് തിരിച്ചുവിനോട് പറയുന്നത് എന്താണെന്നറിയോ? കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് കളവാണ്. നീ ഖുർആൻ പാരായണം ചെയ്തതും ദീൻ പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ നീ ഒരു വലിയ കാര്യമാണ്, അവൻ്റെ ഓത്ത് എന്തൊരു രസമാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇവൻ എത്ര ഇൽമാണുള്ളത്, ഇവൻ എത്ര കിതാബ പഠിച്ചില്ല, ഇവൻ എത്ര ഷെയ്ഖുമാരെ അറിയാം, കുറേ പരിചയമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് ദുനിയാവിൽ പറയപ്പെട്ടിട്ടുണ്ട്, നിനക്കതേ ഉള്ളൂ പ്രതിഫലം. നീ ഉദ്ദേശിച്ചത് എന്താണ് അതേ നിനക്ക് പ്രതിഫലമുള്ളൂ. നീ ലക്ഷ്യം വെച്ചത് എന്താ അത് നിനക്ക് കിട്ടി. ഇവിടെ നിനക്ക് എൻ്റെ അടുക്കൽ നിനക്കൊരു പ്രതിഫലമില്ല. അള്ളാഹ് പറയുന്ന വാക്കാണ്. നീ ആരെ കാണിക്കാനാണോ ഈ പ്രവർത്തനം ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോകാൻ പറയും. എന്നിട്ട് അവരുടെ അടുക്കൽ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ നോക്കിയിട്ട് വരാൻ പറയും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഫഉമിറ ബിഹി ഫസുഹിബ ബിഹി അലാ വജിഹി ഫഉൽഖിയ ഫിന്നാർ. അങ്ങനെ അവനെ വലിച്ചഴിച്ച്, മുഖം നിലത്തു കുത്തിയ അവസ്ഥയിൽ വലിച്ചഴിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് എന്ത് ചെയ്യും? വലിച്ചെറിയും. ഇതാണ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആൾ. എന്ന് വെച്ചാൽ ഈ ദീൻ പഠനം എന്നുള്ളത് ശരിയായ നീയത്തുള്ളവർക്ക് ഇതുകൊണ്ട് ഏറ്റവും വലിയ, മറ്റാർക്കും കരസ്ഥമാക്കാൻ സാധിക്കാത്ത ഉയർന്ന പദവി ഇതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും. അതേസമയം ഈ നീയത്ത് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളായി പോവുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ നേരെ തിരിച്ചാ ചിന്തിക്കുക, റിവേഴ്സായിട്ട്. റിസ്ക് ഉള്ള കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുക? അപ്പം നീ പഠിക്കണ്ട എന്നുവെച്ചാൽ കിട്ടിയാൽ വലിയ ലാഭം തന്നെ, പക്ഷെ നീയത്തിടയ്ക്ക് മാറിപ്പോയാലോ വലിയ റിസ്ക് അല്ലേ, വലിയ പണിയല്ലേ, അപ്പം അതുകൊണ്ട് വേണ്ട, പഠിക്കാതിരിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശൈത്താനിൻ്റെ ഒരു കുതന്ത്രമാണ്.
തൽബീസ് ഇബ്ലീസ് എന്ന് പറയും. ഷെയ്ത്താൻ ഒരു മനുഷ്യനെ ഇൽമിൽ നിന്ന് തെറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണെന്ത്? നിൻ്റെ ഇഖ്ലാസിന് എന്തോ പ്രശ്നമുണ്ട്, നിനക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ട്, നീ സംസാരിക്കുമ്പോൾ അവരവരൊക്കെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ ക്ലാസ്സുകൾ അയക്കുമ്പോൾ ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ നിൻ്റെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, ഇതിൽ തുടരരുത്, നീ ഇതിൽ തുടർന്നു കഴിഞ്ഞാൽ ഇത് നിൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകും എന്ന് ഷെയ്ത്താൻ നിൻ്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം ആ ഷെയ്ത്താനോട് തിരിച്ചു പറയുക, അങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നാൽ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്തോളാം, മാറ്റിക്കോളാം. മനസ്സിൽ എന്തെങ്കിലും ചിന്ത വന്നാൽ ഉടനെ എന്ത് ചെയ്യില്ല, അതിൻ്റെ പേര് നമ്മൾ ശിക്ഷിക്കപ്പെടൂല. ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. ആ ചിന്ത നമ്മുടെ ചിന്തയായി മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയും നന്മയൊക്കെ കിട്ടുക. ഏത് ചിന്തകൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. മനസ്സിലൊരു ചിന്ത വന്നു, മനസ്സിൽ ഒരു ചിന്ത വന്നു, നമ്മൾ ആ ചിന്തയെ ഉടനെ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ചിന്ത കൊണ്ട് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമോ? എവിടെ ഉറങ്ങാം? ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. അത് ആദ്യം അങ്ങനൊരു വിധി ഉണ്ടായിരുന്നു, ശിക്ഷിക്കപ്പെടുന്നുള്ള വിധി ഉണ്ടായിരുന്നു ദീൻ. ശ്രദ്ധിക്കണം, അങ്ങനൊരു വിധി ആദ്യം ദീനിലുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു, നമ്മൾ സൂറത്തുൽ ബഖറൻ്റെ അവസാനത്തെ പേജിൽ ഒരായത്തുണ്ട്, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ് യുഹാസിബുക്കും ബിഹില്ലാഹ്. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നതും വെളിവാക്കുന്നതും അള്ളാഹു എന്ത് ചെയ്യും, അതിനെ സംബന്ധിച്ച് നിങ്ങളെ വിചാരണ ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നതിനെ പറ്റിയും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് വെളിവാക്കുന്നതിനെ പറ്റിയും അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. ഈ ആയത്തിറങ്ങിയപ്പോൾ എന്തായി? സ്വഹാബത്തൊക്കെ വലിയൊരു മുസീബത്ത് ബാധിച്ചതുപോലെ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മസ്ജിദിലേക്ക് വന്നിട്ട് എല്ലാവരും മുട്ടുകുത്തിയിരിക്കും. എന്നിട്ട് സ്വഹാബത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഒരുപാട് നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, പല വിധിവിലക്കുകൾ അള്ളാഹു ഞങ്ങൾക്ക് ദീനായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ഈ ആയത്ത്, ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല റസൂലെ, ഞങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല റസൂലെ എന്നാര് പറഞ്ഞു? സ്വഹാബത്ത് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നത് ആരുടെ വാക്കാണ്, ആരുടെ നിലപാടാണ്? മുൻപ് കഴിഞ്ഞ അഹ്ലു കിതാബുകാരുടെ സംസാരമാണ്. സമിഅന വ അസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറൊന്നുമല്ല. കേട്ടു, ഞങ്ങൾക്ക് ദീനാണെന്നൊക്കെ മനസ്സിലായി, പക്ഷെ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ എന്തല്ല റെഡിയല്ല എന്ന നിലപാട് അഹ്ലു കിതാബുകാരുടെ, മുമ്പ് കഴിഞ്ഞ ജൂത ക്രിസ്ത്യാനികളുടെ നിലപാടാണ്. മറിച്ച് നിങ്ങൾ പറയേണ്ടത് എന്താ? വലാകിൻ ഖൂലു സമിഅന വ അതാഅന, നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് അവർക്കത് മനസ്സിൽ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരു കാര്യമല്ല അത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമായിരുന്നിട്ട് കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിച്ചതാണ് എന്നുള്ള കാരണത്താൽ മാത്രം അവരതങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. സമിഅന വ അതാഅന, സമിഅന വ അതാഅന, അങ്ങനെ അവരങ്ങനെ ഉരുവിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആയത്തിറങ്ങുന്നത്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്ത്. ആ ആയത്ത് ഇറങ്ങുന്ന ഈ സന്ദർഭത്തിലാണ്. ഇത് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് ആ ചിന്തയെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, വിചാരണ ചെയ്യപ്പെടുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശിക്ഷ ലഭിക്കുകയില്ല. ആ ചിന്ത നമ്മളുടെ ചിന്തയാക്കി നമ്മൾ മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആരോടെങ്കിലും സംസാരിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ ചിന്ത നമ്മുടെ പ്രവർത്തനമായി നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമായി തീരും. അപ്പോൾ ഒരിക്കലും ഷെയ്ത്താൻ ഇങ്ങനെ എന്തെങ്കിലും നിൻ്റെ ഇഖ്ലാസ് മാറുന്നുണ്ട്, നിൻ്റെ നിയ്യത്ത് മാറുന്നുണ്ട്, അങ്ങനെയാകുന്നുണ്ട് ഇങ്ങനെയാകുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ടൊരിക്കലും എന്ത് ചെയ്യരുത്, ദീൻ പഠനം നമ്മൾ അവസാനിപ്പിക്കരുത്. നമ്മളൊരിക്കലും ദീൻ പഠനം അവസാനിപ്പിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താ, അവിടെ ആ ഷെയ്ത്താനുമായിട്ട് എന്ത് ചെയ്യുക,
മുജാഹദ നടത്തുക. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത് അവർക്ക് നാം നമ്മുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ ചിന്തയല്ല. ഇത് അങ്ങനെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന തോന്നലുകളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബ് എന്നെ ശിക്ഷിക്കുകയില്ല എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് ശൈത്താൻ എന്ത് ചെയ്യുക, നമ്മൾ ബോധ്യപ്പെടുത്തുക, നമ്മൾ ഇതിൽ നിന്ന് ഇനി എന്ത് ചെയ്യില്ല, ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ പിന്മാറാൻ തയ്യാറല്ല എന്ന് ശൈത്താന് ബോധ്യപ്പെടുന്നതുവരേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ഈ ഒരു ന്യായം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, ദീൻ പഠനത്തിൽ പിന്തിരിയരുത്. ദീൻ പഠനത്തിൽ നമ്മൾ ഒരിക്കലും പിന്തിരിയരുത്. എത്രത്തോളം സലഫുകൾ പറയാറുണ്ട്, തൊലബ്നൽ ഇൽമ വലൈസ ലനാ ഫീഹി നിയ്യ. ഞങ്ങൾ ആദ്യം ദീൻ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു നിയ്യത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങൾ ദീൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു നിയ്യത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പിന്നീട് പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തായി തീർന്നു, ഫഅബ അൻ യകൂന ഇല്ലാ ലില്ലാഹ്. അത് പഠിച്ച് പിന്നീട് ഇങ്ങനെ മാറി ദീൻ്റെ വിഷയങ്ങളും അതിൻ്റെ നിയ്യത്തിൻ്റെ പ്രാധാന്യം ഒക്കെ പഠിച്ച് എങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഈ ദീൻ പഠനം അള്ളാഹുവിന് വേണ്ടി മാത്രമായി. സലഫുകൾ പറയുന്ന പക്ഷെ അവരാദ്യം പഠിക്കുമ്പോൾ പലരും വാപ്പാൻ്റെ നിർബന്ധം കൊണ്ടായിരിക്കും, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരും ദീൻ പഠിക്കാൻ വന്ന് നമുക്കറിയാം പലരുടെയും സാഹചര്യം. മറ്റെവിടെയും സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ഒരു മദ്രസയിൽ ചേർത്തുന്ന ആൾക്കാരുണ്ടാവും, ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ കൊണ്ടുവന്നാക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിൽ. എന്നുവെച്ചാൽ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു നിയ്യത്ത് ഉണ്ടാവില്ല. തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകിച്ച് നല്ലൊരു നിയ്യത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് പിന്നീട് എന്തായി തീർന്നാൽ മതി, നല്ല നിയ്യത്തായി തീർന്നാൽ മതി. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിഷയത്തിൽ ഇഖ്ലാസിൻ്റെ വിഷയമാണ്. പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ദീൻ പഠിക്കുന്നവർ, അതിൻ്റെ വഴിയിൽ പ്രവേശിച്ചവർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മര്യാദ എന്നുള്ളത്, നമ്മൾ ദീൻ പഠിക്കുന്ന ആളുകൾ അവരിൽ ഏറ്റവും അധികം ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി അത് നമ്മളിൽ എപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ദീൻ പഠിക്കുന്നവർക്ക് അവരിൽ ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത, ഒരു മീസത്തുണ്ട്. എന്താണത്? ആരാ പറയാം? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നത്, പേടിക്കുന്നത് ആരും മാത്രമാണ്? അറിവുള്ളവർ മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ റബ്ബിനെ പേടിക്കുന്ന അത്ര ദീൻ പഠിക്കുന്ന നിനക്ക് അള്ളാഹുവിനെ പേടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ദീൻ പഠനത്തിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. കാരണം ദീൻ പഠിക്കുന്നത് ശരിയായ രൂപത്തിലാണെങ്കിൽ, ശരിയായ ദീനാണെങ്കിൽ അത് നിന്നിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ദീൻ പഠനം ഈ ശരിയായ റിസൾട്ട് നമ്മൾക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ റിസൾട്ട്, ഔട്ട്കം എന്തല്ല, ശരിയായ രൂപത്തിലായിട്ടില്ല. എവിടെയോ പ്രശ്നമുണ്ട്. കാരണം ഉള്ളിൽ എന്തോ ഒരു തകരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും, അതായത് നമ്മൾ പലപ്പോഴും പറയാം നാഫി ആ ഇൽമ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ, ഇൽമ് വർദ്ധിപ്പിച്ച് കിട്ടാൻ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ഇൽമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇൽമ് നാഫിഅ ഇൽമാണോ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മീസാനാണ്, ഒരു തൂക്ക് ത്രാസാണെന്ത്? നമ്മൾ പഠിക്കുന്ന ഇൽമ് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് റബ്ബിനെ പറ്റിയുള്ള ഭയം കൂടുകയാണോ കുറയുകയാണോ? നമ്മൾ ഇത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഈ പഠിക്കുന്ന അറിവ് എനിക്ക് നാഫിയായ ഇൽമാണോ, ഉപകാരപ്രദമാകുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് ഉപദ്രവമായി നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക്. ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായ ഹുജ്ജത്തായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായ ഹുജ്ജത്തായിരിക്കും. ഒന്നുകിൽ ഖുർആൻ നിനക്ക് അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം.
ഇത് രണ്ടൊരവസ്ഥയിലല്ലാതെ നിനക്ക് ഖുർആൻ ആഖിറത്തിൽ കണ്ടെത്താൻ സാധിക്കൂല ദീൻ പഠിക്കുന്ന ഒരാൾക്ക്. ഇതിലേത് രൂപത്തിലാണ് എൻ്റെ അവസ്ഥ, ഏത് രീതിയിലാണ് എൻ്റെ അവസ്ഥ? ദീൻ കുറേ പഠിക്കുകയും എന്നാൽ ആദ്യ സമയത്ത് ദീൻ പഠിക്കുമ്പോഴുള്ള അതിനേക്കാൾ തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ കൂടിക്കൂടി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നീ പഠിക്കുന്ന ഇൽമ് ഉപകാരപ്രദമായ ഇൽമല്ല. തെറ്റുകൾ ചെയ്യരുത് നല്ലോട്ടോ ഞാൻ പറയുന്നത്. തെറ്റുകൾ പറ്റുകയാണെങ്കിൽ ദീൻ പഠിക്കാൻ സാധിക്കൂലെന്നും അല്ല പറയുന്നത്. അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ആരും ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത്. ശൈത്താൻ്റെ മറ്റൊരു തൽബീസാണ്. നീ എത്രയാ തിന്മകൾ ചെയ്യുന്നത്, എത്ര വട്ടം നിനക്ക് ഈ തെറ്റ് പറ്റുന്നത്, നീ ഇത്ര വർഷമായി ദീൻ പഠിക്കാൻ തുടങ്ങി, നിനക്ക് ഇത്ര കൊല്ലമായി, ഇപ്പോഴും നിനക്ക് ഈ തെറ്റിങ്ങനെ പറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അപ്പം നീ ഒരിക്കലും അള്ളാഹിനെ ഭയപ്പെടുന്നവനല്ല, അതുകൊണ്ട് നീ നിന്റെ ദീൻ പഠനം ഉപേക്ഷിച്ചോ എന്ന് ശൈത്താൻ തൽബീസ് ഉണ്ടാക്കും. അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയും. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിൻ്റെ എല്ലാ മക്കളും അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്നവരാണ്. ഞാനും നിങ്ങളും എല്ലാവരും അങ്ങേയറ്റം തെറ്റുകൾ പറ്റുന്നവരാണ്. തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ മോശക്കാരനാവുകയോ ഇൽമ കിട്ടാത്ത ഒരാളായി തീരുകയൊന്നുമില്ല. തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും മുത്തഖി തന്നെയാണ്, അള്ളാഹുവിൻ്റെ വലിയ തന്നെയാണ്. തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല കേട്ടോ. തെറ്റുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ എന്നിട്ടും പറ്റുന്ന സന്ദർഭത്തിലൊക്കെയും തൗബ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ വലിയാണ്, മുത്തഖീങ്ങൾപ്പെട്ടവനാണ്. അവനൊരിക്കലും ഇൽമ കിട്ടാതാവൂല. അങ്ങനെയുള്ളവർക്ക് നിനക്കൊന്നും ഇൽമ കിട്ടൂല എന്ന് ശൈത്താൻ എന്ന് പറയുന്നത് അത് ശൈത്താൻ്റെ വസ്വാസായി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാം. അതിനെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഹറാമുകൾ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല. അതിന് മാത്രം നമ്മുടെ ഈമാന് വർധനവുണ്ടാകുന്നില്ല. കുറേ നമ്മൾ പഠിച്ചു, കുറേ വായിച്ചു, കുറേ ദർസ കേട്ടു, കുറേ ഷെയ്ഖുമാരെ കണ്ടു, അങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ കുറേ എന്തൊക്കെയോ എടുത്തു പറയാനും ആൾക്കാരെ കാണിക്കാനും പലതും ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഫർളുകളിൽ അതിലേക്ക് പാലിക്കേണ്ട കൃത്യമായ സൂക്ഷ്മത വരുന്നില്ല. സുന്നത്തുകൾ ഫർളുകൾക്ക് പുറമെ വർദ്ധിക്കുന്നതിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഹറാമുകൾ വിട്ടു നിൽക്കുന്നതിൽ കാണിക്കേണ്ട സൂക്ഷ്മത, ഇങ്ങനെ ഒന്നിലൊരു പ്രോഗ്രസ് വരുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. അത് വളരെ പേടിക്കേണ്ടൊരു അടയാളമാണ്. നമ്മുടെ ഇൽമ് ശരിയായ റൂട്ടിലല്ല നമ്മുടെ പഠനം പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി മാത്രം പറയും. നിങ്ങൾക്കൊക്കെ വിലയിരുത്താൻ, പരിശോധിക്കാൻ. ഞാൻ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല, എന്നെ കൂട്ടിയിട്ട് തന്നെ ഞാൻ പറയും. എന്നോടും കൂടിയിട്ടുള്ള നസീഹത്താണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, നിസ്കാരം. നമ്മൾ ദീൻ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നിസ്കാരം എങ്ങനെയാണോ അതേപോലെ തന്നെയല്ലേ ഇപ്പോഴും? എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നമ്മൾ ആ നിസ്കാരത്തിൽ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധം കൊണ്ട് നമ്മളുടെ നിസ്കാരത്തിലെ നമ്മുടെ ഹൃദയങ്ങൾ അതെപ്പോഴെങ്കിലും വിറയ്ക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ വാർന്നൊഴുകുന്നത് കൊണ്ട് നമ്മൾക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മറ്റ് പ്രാർത്ഥനകളും മറ്റൊക്കെ ചൊല്ലാൻ മറന്നുപോയിട്ട് ഈ രൂപത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ആവാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ആവാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. അതിലേക്ക് എത്താൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഇവിടെ പ്രശ്നമുണ്ട് നമ്മൾ പഠിക്കുന്ന അറിവിൽ, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ രീതിയിൽ. മാറ്റങ്ങൾ വരണം, മാറിക്കൊണ്ടിരിക്കണം. സ്വഹാബത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വളരെ വൃത്തികെട്ട, വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവരേറ്റവും നല്ല സമൂഹമായി. അതെങ്ങനെ ആയിത്തീർന്നത്? ഇൽമ കൊണ്ടാണ്. അതേ ഇൽമ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾക്ക് അതേ ഇൽമ റബ്ബ് അങ്ങനെ തന്നെ നമുക്ക് നിലനിർത്തി സംരക്ഷിച്ച് തന്നിട്ടുണ്ട്. സ്വഹാബത്ത് ആ മാറ്റം പലർക്കും ചില സെക്കൻഡുകൾ കൊണ്ടുണ്ടായവരുണ്ട്, ചിലർക്ക് മിനിറ്റുകൾ കൊണ്ട്, ചിലർക്ക് ദിവസങ്ങൾ കൊണ്ട്. ആ മാറ്റം നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് മരണപ്പെടുന്നതിനിടയ്ക്ക് വെറും 6 വർഷം മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? സ്വഹാബിയായി ജീവിച്ചിട്ടുള്ളൂ. വെറും 6 വർഷം. പക്ഷെ ആ 6 വർഷം കൊണ്ട് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂഹ് റബ്ബിൻ്റെ അടുക്കിലേക്ക് വരുന്ന സന്തോഷത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ
അള്ളാഹുവിൻ്റെ അർശ് പോലും വിറച്ചുപോയി എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ റൂഹ് റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും സന്തോഷിക്കുമോ? അതിന് മാത്രം നമ്മൾ എന്താണ് റബ്ബിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ദീനു വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? എത്ര കൊല്ലം നമ്മൾ ജീവിച്ചു? ആറും എത്ര ആറുകൾ നമുക്ക് പറയാനുണ്ട്. എന്താ നമുക്ക് ഈ മാറ്റം വരാത്ത? എന്താ ഈ പ്രോഗ്രസ് എന്താ വരാ? നമ്മൾ കുറവുകളുണ്ട്, ശരി തന്നെ, എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകൾ അത് ശരിയാക്കാനുള്ള പരിശ്രമങ്ങൾ അത് മെച്ചപ്പെടാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിലൊരു മാറ്റം വരാത്തത്? ഇപ്പോഴും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ, ആരുമില്ലാത്ത റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് കാണുന്ന അതേ വൃത്തികേടുകൾ നമ്മൾക്കിപ്പോഴും കാണാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നമുക്കൊരു മാറ്റം വരാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ദീനാണെങ്കിൽ പലപ്പോഴും പഠിക്കുന്നുണ്ട്, ദിവസവും പലതും വായിക്കുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. എന്താണ് ഈ മാറ്റം വരാത്തത്? അത് പ്രശ്നം ഇൽമിൻ്റെ അല്ല, നമ്മളിൽ എന്തോ പ്രശ്നമുണ്ട്. ഒന്നുകിൽ നമ്മുടെ നീയത്തിലോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ നമ്മൾ ദീൻ സ്വീകരിക്കുന്ന ആളുകളിലോ എന്തെങ്കിലും എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ രൂപത്തിൽ റിസൾട്ട് വരൂല, ഉറപ്പാണ്. ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ച് നല്ല റിസൾട്ടുകൾ മാത്രമേ വരുള്ളൂ. സലഫുകൾ പറയാറ്, ഞങ്ങളിൽപ്പെട്ട ഒരാൾ അവൻ ദീൻ പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അവനിൽ അതിൻ്റെ അടയാളങ്ങൾ, വ്യത്യാസങ്ങൾ പ്രകടമാവും. അബുൽ ആലിയ റഹിമുള്ള പറയുന്നത് മനസ്സിലാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറയാം. ഇമാം അഹ്മദ് റഹിമുല്ല, അദ്ദേഹം ഒരു യാത്രയിലാണ്, ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ്. ഈ യാത്രക്കിടയിൽ നമുക്കറിയാം, അന്നത്തെ കാലത്ത് യാത്ര എന്ന് പറയുന്നത് വളരെയധികം ക്ഷീണമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാത്രയാണ്. ഈ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത്, ഒരു ദീൻ പഠിപ്പിക്കുന്ന ഒരു മുഹദ്ദിസിൻ്റെ ഒരു സ്ഥലത്ത്, ഒരു മസ്ജിദിലേക്ക് അദ്ദേഹം എത്തി. അവിടെ രാത്രി കഴിച്ചു കൂട്ടാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടാം. അപ്പം അവിടെ ആ മുഹദ്ദിസിൻ്റെ അടുക്കൽ ദീൻ പഠിക്കുന്ന മറ്റാളുകളുണ്ട്, മറ്റ് തുല്ലാബുകളുണ്ട്. അദ്ദേഹം അത്രയും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് അദ്ദേഹം ആ ക്ഷീണത്തിനിടയിലും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല. സുബഹി നിസ്കാരത്തിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞു, രാത്രി നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരാളും എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം പറയുന്നത്, ഇവരെങ്ങനെയാണ് തുല്ലാബുകളാവുക, ഇവരെങ്ങനെയാണ് ദീനിൻ്റെ വിദ്യാർത്ഥികളാവുക എന്ന് അദ്ദേഹം ചോദിക്കുക. ദീൻ പഠിക്കുമ്പോൾ മാറ്റങ്ങൾ വരും, സ്വാഭാവികമായിട്ടുള്ള പ്രോഗ്രസ് വരും. ഈമാനിലും തഖ്വയിലും ഹറാമുകൾ വിട്ടു നിൽക്കുന്നതിലും കണ്ണുകൾ താഴ്ത്തുന്ന വിഷയത്തിലേക്ക് നമ്മൾക്ക് എത്രമാത്രം നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നോക്കാത്ത പരസ്യങ്ങളില്ല, കാണാത്ത പോസ്റ്ററുകളില്ല, നമ്മൾക്കറിയാത്ത സ്ത്രീകളില്ല നമ്മുടെ നാട്ടിൽ. എല്ലാവരും ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ്, ഏത് വസ്ത്രമാണ്, എങ്ങനെയാണ്, എന്താണ്, എല്ലാം നമുക്കറിയാം. കാരണം നമ്മുടെ കണ്ണുകൾ ഒരിക്കലും താഴ്ന്നിട്ടല്ല ഉള്ളത്. അതിപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ മാത്രമല്ല, മൊബൈലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഒക്കെ, ഷോർട്സിലും റീൽസിലും എല്ലാത്തിലും വരുന്ന പലതും നമ്മുടെ കണ്ണുകളിലൂടെ കടന്നു പോവാണ്. ഈ മാറ്റം നമ്മളിൽ വരൽ നിർബന്ധമാണ്. അള്ളാഹുവിനെ തഖ്വ പാലിക്കുന്നൊരവസ്ഥ, ആ ഒരു ദറജയിലേക്ക് നമുക്ക് എത്താൻ പതിയെങ്കിലും, നമുക്കൊരിക്കലും ഒരു പോരായ്മയും പറ്റാതെ, ഒരു തെറ്റും പറ്റാതെ പെർഫെക്റ്റ് ആകാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ നമ്മളുടെ ആ പരിശ്രമം അത് മികച്ചതായി മാറ്റം വന്ന് മുമ്പൊരു 100 തിന്മകൾ പറ്റുന്നൊരവസ്ഥയിൽ നിന്ന് മാറി 50, 40, 30 അങ്ങനെ മാറ്റി കൊണ്ടുവരാൻ ആ മാറ്റം നമ്മളിൽ കാണണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദീൻ പഠിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിൽ ഉള്ള ഇൽമു നമുക്ക് നഷ്ടപ്പെട്ടു. പല ആൾക്കാരും പറയുന്നത്, ഞാൻ കുറേ കാലം പഠിച്ചു, കുറേ ക്ലാസ്സുകൾ കേട്ടു, പക്ഷേ അവൻ്റെ റിസൾട്ട് എന്താ? അവൻ്റെ ജീവിതത്തിൽ അവന് പ്രത്യേകിച്ച് വലിയ ഇൽമൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് തോന്നുന്നത്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലാത്ത പോലെ, അവനൊന്നും പഠിച്ചതായി അനുഭവപ്പെടുന്നില്ല. എന്താ കാരണം? പ്രധാനപ്പെട്ട കാരണം അവൻ്റെ ഈ മാറ്റം വരുത്താൻ അവൻ പരിശ്രമിക്കാത്ത. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, ഇന്നി ലഅഹ്സബു റജല യൻസൽ ഇൽമ കാന യഅലമുഹു ലിൽ ഖതീഅതി യഅമലുഹാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഒരാൾ അവൻ പഠിച്ചു കഴിഞ്ഞ വിഷയമായിരിക്കും,
പക്ഷെ അവൻ ചെയ്ത തെറ്റുകൾ കാരണത്താൽ ആ പഠിച്ച അറിവ് അവൻ മറന്നു പോകുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതൊന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റുകൾ പറ്റിപ്പോകുന്നതിനെ സംബന്ധിച്ചല്ല. അറിവില്ലായ്മ കൊണ്ടോ അബദ്ധം കൊണ്ടോ വികാരങ്ങൾ അതിജയിക്കുമ്പോഴോ അശ്രദ്ധ കൊണ്ടോ മാനുഷികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ന്യൂനതകൾ കൊണ്ടോ തെറ്റുകൾ പറ്റിപ്പോകുന്നതിനെ സംബന്ധിച്ചല്ല ഇത് പറയാം. വീണ്ടും വീണ്ടും ആവർത്തിക്കാം. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് എല്ലാ ആളുകളും. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയുള്ളവരാണ്. അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇവിടെ പറയുന്ന വിഷയം, നിങ്ങളൊരു തെറ്റാണെന്ന് മനസ്സിലായിട്ടും അതിന് തൗബ ചെയ്യാതെ അത് നിർത്തുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല. അവൻ തെറ്റാണെന്ന് അവൻ മനസ്സിലായി, അവൻ പഠിച്ച് ഇൽമ കിട്ടി, ഈവൻ ഈ ഇൽമിൽ മനസ്സിലായി ഈ ചെയ്യുന്നൊരു കാര്യം അത് ഹറാമാണ്, അവൻ മനസ്സിലായി, ബോധ്യപ്പെട്ടു. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, അത് ഒഴിവാക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ മുമ്പ് ചെയ്ത ആ ഇഷ്ടം, ആ തിന്മ അവൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അള്ളാഹു അത്രയും വെറുക്കുന്നൊരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ ആ തിന്മയെ വെറുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ആ തിന്മയോട് ഇഷ്ടമുണ്ട്. അവനിപ്പോൾ ഇഖ്തിലാത്തെന്ന് മാറിയിട്ടുണ്ടാവും, സിനിമാ തിയേറ്ററിൽ പോകുന്ന ഒഴിവാക്കിയിട്ടുണ്ടാവും, മ്യൂസിക്കിൻ്റെ മറ്റ് പാർട്ടികൾ പങ്കെടുക്കുന്ന നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ തിന്മകളോടുള്ള ഇഷ്ടമുണ്ട്. എത്ര നല്ലൊരു കാലഘട്ടമായിരുന്നു എന്ന രൂപത്തിലാണ് ഇവൻ ആ തിന്മകൾ ചെയ്തിരുന്ന സന്ദർഭത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെയാണ് പ്രശ്നം. അവനൊരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനതൊരിക്കലും ചെയ്യൂല എന്ന തീരുമാനമൊന്നും അവൻ എടുത്തിട്ടില്ല. അവൻ്റെ സാഹചര്യം കൊണ്ട് വീട്ടുകാർ മാറി വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു, അവനും സ്വാഭാവികമായിട്ട് ഇതൊന്നും കാണാത്ത ഒരാളായി, ഇതൊന്നും ചെയ്യാത്ത ഒരാളായി. കാരണം അവന് മുമ്പുള്ള സാഹചര്യം എളുപ്പങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളായി തീർന്നാൽ അത് നമ്മൾക്ക് ആ ഇൽമ ഉപകരിക്കൂല. മറിച്ച് നമ്മൾക്ക് തെറ്റാണെന്നൊരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം, ഉടനെ തന്നെ നിർത്തുക. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ട കാര്യം, ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അത് അവസാനിപ്പിക്കുക, നിർത്തിവെക്കുക. രണ്ടാമത്, ആ തെറ്റ് പറ്റിപ്പോയതിനെ പറ്റി ആലോചിച്ച് മനസ്സിൽ വിഷമം വരണം. നമ്മൾ അതിലേക്ക് എത്തിച്ച് നമ്മുടെ കൂട്ടുകാർ, മറ്റ് സാഹചര്യങ്ങൾ, അതിനോട് നമ്മൾക്ക് വെറുപ്പ് വരണം, അവരോട് ദേഷ്യം വരണം. മൂന്നാമത്തത്, ഇതുവരെയൊക്കെ പറ്റിയത് പറ്റി, പക്ഷെ ഇനി ഞാൻ അത് ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല എന്ന് മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കണം, സത്യസന്ധമായ തീരുമാനം എടുക്കണം. ഇത് മൂന്നും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തെറ്റും പൊറുപ്പിക്കപ്പെടാതെ ബാക്കിയാവില്ല, ഒരു തെറ്റും ബാക്കിയാവില്ല. എല്ലാ തെറ്റല്ല പുറത്തു വരും. ഈ മാനസികാവസ്ഥ ഇല്ലാത്ത ആളുകളെ പറ്റിയിട്ടാണ് ഇത്രയും പറഞ്ഞത് മുഴുവൻ. അതല്ലാതെ തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അപ്പം അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ തെറ്റുകൾ നമ്മൾ എത്രത്തോളം നമ്മൾ കിട്ടിയ ഇൽമ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൊക്കെ നമ്മൾ പ്രകടമാകുന്നത് എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും, ഈ ഇൽമിൻ്റെ ബറക്കത്ത് ലഭിക്കും. ഈ ഇൽമിൻ്റെ ബറക്കത്ത്, ഈ ഇൽമ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സൂറത്തു നൂറെന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണം ഒരായത്താണ്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന് തുടങ്ങുന്നൊരായത്ത്. ആ ആയത്തിൽ അള്ളാഹു ഈ ഇൽമിൻ്റെ നല്ലൊരു ഉദാഹരണം പഠിപ്പിച്ചു തരാണ്. വളരെ ചിന്തിക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ഉദാഹരണമാണ്. എന്താണ് അള്ളാഹു പഠിപ്പിച്ചിരുന്നത്? അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു ഇൽമിൻ്റെ ഉദാഹരണം പറയണം. മസലുഹു കമസലി മിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. ഏതുപോലെയാണ് അതിൻ്റെ ഉദാഹരണം? ശ്രദ്ധിക്കണേ. മിഷ്കാത്ത് എന്ന് വെച്ചാൽ എന്താ? ഒരു മിഷ്കാത്ത് പോലെ. അള്ളാഹു തുടങ്ങുന്ന ഇങ്ങനെ, മിഷ്കാത്തിൻ, ഒരു മിഷ്കാത്ത് പോലെ. എന്താ മിഷ്കാത്ത്? മിഷ്കാത്ത് എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമില്ല. പണ്ട് കാലങ്ങളിൽ ഈ ചുമരിനകത്ത് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഭാഗം വിടവുണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് എന്ത് ചെയ്യുക, വിളക്ക് വയ്ക്കുക. ചുമരിനകത്ത് നമ്മളിന്ന് മേലെയും സൈഡിലൊക്കെ ഹോൾഡറുകളും മറ്റ് കറണ്ടിൻ്റെ ബൾബുകളുള്ളതുപോലെ തന്നെ ചുമരിൽ എന്ത് ചെയ്യും, ഒരു വിടവുണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, വിളക്കുണ്ടാവുക. ഇതിന് വിളക്കുമാടെന്ന് മലയാളത്തിൽ പറയാറുണ്ട്. വിളക്കുമാടം. ഈ മിഷ്കാത്തിനകത്ത് ഫീഹ മിസ്ബാഹുൻ, അതിനുള്ളിൽ എന്തുണ്ട്, ഒരു വിളക്കുണ്ട്. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്.
അൽ മിസ്ബാഹു ഫി സുജാജ, ഈ വിളക്കാണെങ്കിൽ അത് എന്തിൻ്റെ ഉള്ളിൽ ഉള്ളത്? വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു തിരി, അല്ലെങ്കിൽ നമ്മൾ പല രൂപത്തിലുണ്ടല്ലോ വിളക്കിൻ്റെ രീതികൾ. അങ്ങനെ ഒരു വിളക്ക്, ഈ വിളക്കിൻ്റെ ഔട്ടർ അതിൻ്റെ കവറിങ് എന്താ? സുജാജ, ഒരു ഗ്ലാസ്സാണ്. അൽ മിസ്ബാഹു ഫി സുജാജ, ഒരു ചില്ലിൻ്റെ ഉള്ളിലാണ് ഈ വിളക്കുള്ളത്. ഈ ചില്ലിൻ്റെ പ്രത്യേകത അള്ളാഹ് പറയാം, സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ. ഈ ചില്ല് ഏതുപോലെയുള്ളതെന്നറിയോ? വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെ, അത്രയും തിളങ്ങുന്ന, പ്രകാശിക്കുന്ന, നമ്മൾ പളുങ്ക് പോലെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു ചില്ലാണ് ഈ ഈ വിളക്കിന് ചുറ്റുമുള്ള ചില്ല്. ശ്രദ്ധിക്കണേ, നമ്മൾ മൈൻഡിൽ കൊണ്ടുവരണം ആ പിക്ചർ. ഈ ചില്ലിൻ്റെ അകത്ത് അതിൽ വിളക്കിനൊഴിക്കുന്ന എണ്ണ എന്താ? യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ഷർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്ന എണ്ണയോ അത് വളരെ ബറക്കത്തുള്ള ഒരു മരത്തിൻ്റെ എണ്ണയാണ്. ഈ മരമാണെങ്കിൽ കിഴക്കും കിട്ടൂല, പടിഞ്ഞാറും കിട്ടൂല, അങ്ങനത്തെ ഒരു മരം, ബറക്കത്തുള്ള മരം. ആ മരത്തിൻ്റെ എണ്ണയിൽ നിന്നാണ് ആ മരത്തിൽ നിന്നാണ് എന്ത്? അതിൻ്റെ എന്തോ ഫലത്തിൽ നിന്നാണ് ഇതിൻ്റെ എണ്ണ, ഈ വിളക്കിൻ്റെ എണ്ണ. ഈ എണ്ണയെ പറ്റി അള്ളാഹ് പറയാ, കാദു സൈതുഹ തുദീഉ വലൗ ലം തംസസ്ഹു നാർ. ഈ എണ്ണന്റെ പ്രത്യേകത എന്താ? തീ കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും വെളിച്ചുണ്ട്. തീ കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും വെളിച്ചുണ്ട്. ഇതാണ് ഈ വിളക്കിന്റെ മൊത്തത്തിലുള്ള പിക്ചർ. വിളക്കിന്റെ മൊത്തത്തിലുള്ള പിക്ചർ. ഇങ്ങനൊരു വിളക്കിൽ തീ കത്തിക്ക് കൂടി ചെയ്താലോ? ഇങ്ങനൊരു വിളക്കിൽ തീ കത്തിക്ക് കൂടി ചെയ്താലോ? അതാണ് അള്ളാഹ് പറയുന്നത്, നൂറുൻ അല നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. ഇവിടെ പറയുന്ന ഈ രണ്ട് പ്രകാശങ്ങൾ എന്താ അറിയോ? ഇവിടെ പറയുന്ന ഈ രണ്ട് പ്രകാശങ്ങൾ എന്താ? നൂറുൻ അല നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. ഈ രണ്ട് നൂറുകൾ എന്താ? ഒന്ന് ഈമാനിൻ്റെ പ്രകാശവും മറ്റൊന്ന് ഇൽമിൻ്റെ പ്രകാശവും. ഒന്ന് ഈമാനിൻ്റെ പ്രകാശവും മറ്റൊന്ന് ഇൽമിൻ്റെ പ്രകാശവും. അപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന ഈ മിസാലിൽ, ഉദാഹരണത്തിൽ തീയാണെന്ത്? എണ്ണയാണെന്ത്? ഈമാൻ എന്നുള്ളത്. എണ്ണ എന്താണ്? ഈമാനാണ്. ആ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന തീയാണെന്ത്? ഇൽമ്. തീയാണ് ഇൽമ്. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ ഈ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണെന്ത്? നല്ല തെളിഞ്ഞ ഈമാനുള്ള, കറകളന്ന ചില്ലുള്ള, അല്ലെങ്കിൽ കറകളന്ന എണ്ണയുള്ള ഒരു വിളക്കാണെങ്കിൽ അവിടെ ചെറിയൊരു തരിമതി, അവിടെ തീയിൻ്റെ ചെറിയൊരു തരിമതി അതെന്ത് ചെയ്യും? വലിയ മാറ്റം ഉണ്ടാക്കും, വലിയ മാറ്റം ഉണ്ടാക്കും. എന്നാൽ എണ്ണ കലർപ്പുള്ളതോ ചില്ലിന് കറ പിടിച്ചതോ ആയ ചില്ലൊക്കെ ആണെങ്കിൽ ആ വിളക്കിൽ എത്ര വലിയ തീ കൊണ്ട് കത്തിച്ചാലും പുറത്തേക്ക് എന്തുണ്ടാവില്ല? വലിയ മാറ്റം ഉണ്ടാവും, വലിയ വെളിച്ചം ഉണ്ടാവില്ല, വലിയ വെളിച്ചം ഉണ്ടാവുകയില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ കുറേ ഇൽമ കിട്ടുക എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൽബ് എന്താവുക, നന്നാവുക എന്നുള്ളതാണ്. നമ്മുടെ കൽബ് നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഇൽമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നമ്മൾ ഇൽമ സ്വീകരിക്കുമ്പോൾ അല്ലേ, സലഫുകൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണെന്ത്? ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഈ ഇൽമ എന്നുള്ളത് അത് ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത് എന്ന് നോക്കണം. പല ആളുകളും പറയാറുണ്ട്, ആളെ നോക്കേണ്ടതില്ല, തെളിവ് നോക്കിയാൽ മതി പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? പല ആളുകളുടെയും രീതി ഇന്നതാണ്. എന്നുവെച്ചാൽ അയാൾ പറയുന്ന നല്ലതല്ലേ, അയാൾ തൗഹീദല്ലേ പറയുന്നത്, അയാൾ സുന്നത്തിലേക്കല്ലേ ക്ഷണിക്കുന്നത്, അയാൾ നല്ല കാര്യമല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പല ആളുകളുടെയും, ഏതൊക്കെയോ ആളുകളുടെ, അയാളുടെ വിശ്വാസം എന്താണെന്ന് അറിയില്ല, അയാളുടെ മനഹജ് എന്താണെന്ന് അറിയില്ല, കുറേ ഷെയറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ലൈക്കുകൾ കിട്ടിയിട്ടുണ്ടാവും,
കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിരിക്കും. ഇതുകൊണ്ട് മാത്രം എന്താവൂല, നമ്മൾക്ക് ദീൻ പഠിക്കാൻ അയാൾ യോഗ്യനാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. മറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ദീൻ സ്വീകരിക്കുന്ന വിഷയം. വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മൾ ദീൻ പഠിക്കുന്നത് തെറ്റായ രൂപത്തിലാണെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റും, പ്രവർത്തനങ്ങൾ തെറ്റും, സംസാരങ്ങൾ തെറ്റും, എല്ലാം തെറ്റും. മൊത്തം അവതാളത്തിലാവും. ദീൻ പഠിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിക്കണം. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലതല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പല ആളുകളുടെയും പല കാര്യങ്ങളും നമ്മളിൽപ്പെട്ട പല സഹോദരങ്ങൾ തന്നെ പഠിക്കാറും കേൾക്കാറും വായിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ പറയുന്ന കാര്യം ഹക്കായതുകൊണ്ട് മാത്രം ഒരാളുടെ കേൾക്കാനോ വായിക്കാനോ പാടുള്ളതല്ല. ആ പറയുന്ന ആളെയും നോക്കണം. സലഫുകളുടെ മര്യാദയിൽപ്പെട്ടതാണ്. ഇബ്നുൽ മുബാറക് റഹിമഹുള്ളാഹിയുടെ അടുക്കൽ ഒരാൾ ഖുർആനിൻ്റെ ആയത്ത്, ശ്രദ്ധിക്കണേ, ഖുർആനിൻ്റെ ആയത്താണ്. ഖുർആനിൻ്റെ ആയത്ത്, ഞാൻ താങ്കളുടെ അടുക്കൽ ഒരായത്ത് ഓതാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചെവിയിൽ വിരൽ തുരുകിയിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, ആയത്ത് പോലും എനിക്ക് കേൾക്കണ്ട. ആയത്ത് ഖുർആനിൻ്റെ ആയത്താണ്. ഖുർആന്റെ ആയത്ത് ഹക്കല്ലാതാവോ? ഇല്ല. അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്ന എന്താ, അവരതിലൂടെ പഠിപ്പിച്ചിരുന്നത് എന്താ, ഒരു കാര്യം അത് പറയുന്നത് ഹക്കായതുകൊണ്ട് മാത്രമായില്ല, പറയുന്ന ആൾ ഹക്കിൻ്റെ ആളായിരിക്കണം. കാരണം എന്താ, ബാത്തിലിൻ്റെ ആളുകളും പലപ്പോഴും എന്ത് ചെയ്തേക്കാം, ഹക്ക് പറഞ്ഞേക്കാം. ബിദ്അത്തിന്റെ ആളുകൾ പലപ്പോഴും സുന്നത്ത് പറഞ്ഞേക്കാം. തെറ്റിൻ്റെ മോശപ്പെട്ട ആളുകൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഏതുപോലെ, പെരുന്നുണയന്മാർ ഇടയ്ക്ക് സത്യം പറയുന്നത് പോലെ. അപ്പം അതെടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുക, അതെന്തോ വലിയ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ കൃത്യമായി ശരിയായ അടിസ്ഥാനങ്ങളിൽ ഊന്നിക്കൊണ്ട് ഖുർആൻ സുന്നത്തും സലഫുകളും മനസ്സിലാക്കിയതുപോലെ ഏത് രൂപത്തിലാണോ അതിൻ്റെ മാർഗനിർദ്ദേശ മാനദണ്ഡങ്ങൾ അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളിൽ നിന്നല്ലാതെ നമ്മൾ ഇൽമ് സ്വീകരിക്കരുത്. അതെത്ര നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൽമ് സ്വീകരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം. ആ ഒരു എന്താ പറയുക, ആഖിറത്തിൽ ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത് അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള വാശി നിങ്ങൾക്ക് വേണം. അല്ലേ? ദുനിയാവിൽ നിങ്ങളൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും നല്ല കാറ് തിരഞ്ഞെടുക്കുള്ളൂ. ആരെങ്കിലും ഏറ്റവും ഉള്ളതിൽ ക്വാളിറ്റി കുറഞ്ഞ വാഹനം തിരഞ്ഞെടുക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ദീൻ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് ലോകത്ത് പഠിക്കാൻ പോയി ചെന്നിരുന്ന് പഠിക്കാൻ സാധിക്കുന്ന ഏത് പണ്ഡിതനാണോ കൂടുതൽ അറിവുള്ളത് അയാളുടെ അടുക്കലേക്ക് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൽമ നിങ്ങളുടെ അടുക്കലേക്ക് വരൂല. പല ആൾക്കാരും പറയുന്നത് ഇൻ്റർനെറ്റിൽ എത്ര ദർസുകളുണ്ട്, എല്ലാ കിതാബുകളും PDF ആയിട്ട് കിട്ടും, പിന്നെ ഇപ്പം എന്തിനാ നേരിട്ട് പോയി പണ്ഡിതന്മാരുടെ അടുക്കൽ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം എന്താ, എത്ര ചിലവാണ്, ടിക്കറ്റ് എടുക്കണം, വിസ എടുക്കണം, അങ്ങനെ കുറേ ചിലവ്, അവിടെ ലെവിയുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, കുറേ കാര്യങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട്. ഒരിക്കലും ശരിയല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നേരിട്ടിരുന്ന് ദീൻ പഠിക്കുന്ന ഗുണം ഒരിക്കലും എത്ര ശ്രദ്ധിച്ചിരുന്ന് കേട്ടാലും റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റ് ക്ലാസ്സുകളിലും ഒരിക്കലും കിട്ടൂല. അത് അതിൽ മുഴുകിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. പല സന്ദർഭത്തിലും ഷെയ്ഖ് പറയുന്ന അല്ലെങ്കിൽ ആ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ പറയുന്ന പല കാര്യങ്ങളും മുന്നിലിരിക്കുന്ന ഒരാൾക്കല്ലാതെ മനസ്സിലാവൂല പല കാര്യം. എന്ന് മാത്രമല്ല, നമ്മൾ ഷെയ്ഖിൻ്റെ മുന്നിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇൽമു മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യുക, ഷെയ്ഖിൻ്റെ മുന്നിലിരുന്ന് പഠിക്കുമ്പോൾ കിട്ടുക. മറിച്ച് നല്ല പെരുമാറ്റം, നല്ല മര്യാദ,
നല്ല സ്വഭാവം, ഇതൊക്കെയും കിട്ടും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എൻ്റെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തലയിൽ തലപ്പാവൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ട് എന്നെ അന്നത്തെ മദീനയിൽ ഏറ്റവും വലിയ പണ്ഡിതനായ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാറുണ്ട്. ഈ ചെറിയ കുട്ടിയെ വലിയ പണ്ഡിതൻ്റെ അടുക്കൽ ചെന്ന് എന്ത് ചെയ്യാനാ? ദീൻ പഠിക്കാനല്ല, ആ പണ്ഡിതൻ്റെ അദബ് പഠിക്കാൻ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയെ പറ്റി പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ മജ്ലിസുകളിൽ ഒരൊറ്റ മജ്ലിസിൽ 5000-ഓളം പേര് വരെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ 500 പേരെ ഹദീസ് എഴുതിയെടുക്കുന്നവരുണ്ടാവുള്ളൂ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ 500 പേരെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അദബ് പഠിക്കാൻ, സ്വഭാവം പഠിക്കാൻ, മര്യാദ പഠിക്കാൻ വരുന്നവരാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ പോലും നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടൊന്നും കിട്ടൂല, നമ്മൾ വിചാരിക്കണ്ട. വീഡിയോയിൽ ആ പണ്ഡിതൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അത് പൂർണ്ണമായും കിട്ടിക്കൊള്ളും യാതൊരു നിർബന്ധമില്ല. അത് നേരിട്ട് പോയിരുന്ന് പരിചയമുള്ളവർക്ക് അറിയാം രണ്ടിൻ്റെയും വ്യത്യാസം. പിന്നെ മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ, വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദീൻ പഠിക്കുമ്പോൾ പല ആളുകളും സ്വീകരിക്കുന്ന രീതിയാണെന്ത്, സ്വയം പുസ്തകങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ദീൻ പഠിക്കുക എന്നുള്ളത്. എത്രത്തോളം ചിലർ ദീൻ പഠിക്കുന്നത് ഖുർആനിൻ്റെ പരിഭാഷ വായിച്ചിട്ടാണ്, വേറെ ചിലർ വേറെ പല ഇൻ്റർനെറ്റിൽ കിട്ടുന്ന പല സോഴ്സുകളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ വായിച്ചിട്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് വായിക്കുന്നത് ശരിയായ സോഴ്സ് ആയിരിക്കും, ശരിയായ പണ്ഡിതൻ എഴുതിയതൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു പണ്ഡിതൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ പുസ്തകം മാത്രം വായിച്ച് പഠിച്ച ഒരാളാണെങ്കിൽ നമ്മളിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണ്ഡിത സലഫുകൾ പറഞ്ഞു, മൻകാന ഷെയ്ഖുഹു കിതാബുഹു കാന ഖതഉഹു അക്സറു മിൻ സവാബിഹി. ആരുടെ ഷെയ്ഖാണോ കിതാബുകളായിട്ടുള്ളത് അവൻ്റെ ശരിയേക്കാൾ കൂടുതൽ തെറ്റുകളായിരിക്കും. നമ്മൾ ഇൽമ സ്വീകരിക്കേണ്ട ആരിൽ നിന്നാണ്? പണ്ഡിതന്മാരെടുക്കൽ നിന്ന് ഇൽമ സ്വീകരിച്ച ആളുകളിൽ നിന്ന്. ഇതുപോലെയാണ്, ഒരു ചെയിന് പോലെയാണ്. ഈ ചെയിന് ഇതിങ്ങനെ കണക്റ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. നമ്മൾ സനദ് എന്ന് പറയാറുണ്ട് നാട്ടിൽ. നമ്മളുടെ ഈ സനദ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തുന്നതാണോ നമ്മൾ പരിശോധിക്കണം. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന ആളാണെങ്കിൽ അവിടെ നമ്മൾ പേടിക്കണം. ആരാണെങ്കിലും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന, നിങ്ങൾ കാതു കൊടുക്കുന്ന, നിങ്ങൾ കണ്ണ് തുറന്ന് വായിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. ഒരുപാട് അബദ്ധങ്ങൾ പല ആളുകൾക്കും പറ്റാറുണ്ട്. പല വിഷയങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുള്ളൂ. അതിൽ ചുരുക്കത്തിൽ ഇത്രയുള്ളൂ, അടിസ്ഥാനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൽമ എന്നുള്ളത് വലിയൊരു ബഹറാണ്, വലിയ ഖജനാവുകളാണ്. ഈ ഖജനാവുകൾ തുറക്കാനുള്ള, ഈ ഖജനാവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾക്ക് വീഡിയോകളായിട്ടും റെക്കോർഡർ ക്ലാസ്സുകളായിട്ടും കിതാബുകളായിട്ടും ഈ ഖജനാവുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ ഖജനാവുകൾ തുറക്കാനുള്ള ചാവികൾ അത് പണ്ഡിതന്മാരുടെ അടുക്കലാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഈ ഖജനാവുകൾ തുറക്കാനുള്ള ചാവികൾ അത് പണ്ഡിതന്മാരുടെ അടുക്കലാണ്. അത് പണ്ഡിതന്മാരുടെ അടുക്കൽ ഇരുന്ന് നേരിട്ട് മുന്നിൽ ചെന്നിരുന്ന് പഠിച്ച ഒരാൾക്ക് ഈ ചാവികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളോ കിതാബുകളോ ഒക്കെ വായിച്ചെന്ത് ചെയ്യാം? അവന് മുന്നേറാം, ഒരുപാട് വലിയ ദർജയിലേക്ക് എത്താം, യാതൊരു സംശയമില്ല. പക്ഷേ ഒരാൾ പണ്ഡിതന്മാരുടെ മുന്നിൽ ചെന്നിരുന്ന് പഠിക്കാത്ത ഒരാളാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഈ ചാവികളില്ല. ചാവിയില്ലാതെ കുറേ ഖജനാവുകൾ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അവൻ്റെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ള ഒരുപാട് ഖജനാവുകളുണ്ട്. ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് കിതാബുകൾ കിട്ടും. ഏത് കിതാബ് കിട്ടാത്ത? ദുനിയാവിലെല്ലാ ഇൽമിൻ്റെ എല്ലാ ഖജനാവുകളും അവൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ചാവി അവൻ്റെ കയ്യിലില്ല. ഈ ചാവി പണ്ഡിതന്മാരുടെ അടുക്കൽ ഇരുന്ന് ഒരു എന്താ പറയുക, അതിലൊരു നമുക്കൊരു ഇരുത്തം വരിക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അങ്ങനെയാണ്.
എല്ലാ പണിയിലും ഓരോ ജോലിയിലും അതിൻ്റേതായിട്ടുള്ള എക്സ്പെർട്ടുകളുണ്ട്. ഇപ്പോൾ മൊബൈൽ റിപ്പയറിങ്ങോ അല്ലെങ്കിൽ ആശാരിപ്പണിയോ പ്ലംബറോ ഇലക്ട്രീഷ്യനോ എന്ത് ജോലിയാണെങ്കിലും അതിലൊരു തുടക്കക്കാരനും അതിൽ എക്സ്പെർട്ടായ ഒരാളും രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇതേപോലെ തന്നെയാണ് പണ്ഡിതന്മാരെ മുന്നിൽ ചെന്നിരുന്ന് പഠിച്ചവനും അല്ലാതെ പഠിച്ചവനും തമ്മിലുള്ള വ്യത്യാസം ഇതേപോലെ. ഈ ചാവികൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ ഒരുപാട് ദിവസങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്നൊരു മസാല പണ്ഡിതനെടുക്കൽ ചെന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ തെറ്റുകൾ അബദ്ധങ്ങൾ വരാതിരിക്കാനും നമ്മൾക്ക് ഒരുപാട് വലിയ അറിവുകൾ കരസ്ഥമാക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് അതിനു മുമ്പുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുള്ള ശരിയായ ഇൽമു കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രം ഇൽമു സ്വീകരിക്കാം. ശരിയായ അഖീദ കൊണ്ടും മൻഹജ് കൊണ്ടുമൊക്കെ അറിയപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രം ഇൽമു സ്വീകരിക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്? ബിദഅത്തുകാരിൽ നിന്ന് ഇൽമു സ്വീകരിക്കരുത്. ബിദഅത്തിൻ്റെ ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്നുൽ മുബാറക്കിൻ്റെ സംഭവം, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ സലഫുകളിൽ നിന്ന് ഒരുപാട് പേരും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സംഭവമാണ്. ഒരുപാടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. ഒരിക്കലും ബിദഅത്തുകാരൻ എന്ത് ചെയ്യരുത്? ഇൽമു സ്വീകരിക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മര്യാദയാണെന്ത്? എപ്പോഴും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അൽ ബറക്കത്തു മഅ അകാബിരിക്കും, ബറക്കത്ത് നിങ്ങളുടെ അകാബിറുകൾ ഏറ്റവും മുതിർന്ന ആളുകളിലാണുള്ളത്. നിങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ടുള്ള നിങ്ങളിലെ മുതിർന്ന ആളുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ചില ആൾക്കാർ മനസ്സിലാക്കുക എന്താ? ഒരു പ്രായമുള്ള ആൾ അയാൾ എന്തു പറഞ്ഞാലും അത് ശരിയാണ്, പ്രായം കുറഞ്ഞ ആൾ എത്ര ഹക്ക് പറഞ്ഞാലും അത് തെറ്റാണ്. ഈ അർത്ഥത്തിലല്ല. വലുത് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ മാത്രം വലുതാവുക എന്നുള്ളതല്ല, മറിച്ച് ഇൽമിലും എന്താവണം? വലുതാകണം. വലുതാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായത്തിൽ മാത്രം വലുതാവലല്ല, ഇൽമിലും വലുതാവണം. ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. അശറത്തുൽ മുബശ്ശിരീനിൽ പെട്ടൊരു സ്വഹാബിയാണ് ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഈ സ്വഹാബിക്ക് ഖുർആൻ ഓതാൻ ആര് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്? പല ആയത്തുകളും പല സൂറത്തുകളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇബ്നു അബ്ബാസൊക്കെ എത്രയോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുസ്ലിം ആയതിനൊക്കെ ശേഷം ജനിക്കുന്ന സ്വഹാബിയാണ്. അദ്ദേഹം ജനിച്ചതിൽ പിന്നെ ജനിക്കാന്നല്ലോ ഞാൻ ശ്രദ്ധിക്കണം. അദ്ദേഹം മുസ്ലിം ആയതിൽ പിന്നെ ജനിക്കുന്ന സ്വഹാബിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷൂറയുടെ എന്ന് വെച്ചാൽ അദ്ദേഹം എന്തൊരു കാര്യവും ഏറ്റവും പ്രമുഖരായ സഹാബികളോട് കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ ആ കൂടി ആലോചിക്കുന്ന ആളുകളിൽ ആരും ഉണ്ടാവും? എല്ലാവരും പ്രായമുള്ള ആൾക്കാരായിരിക്കും. കൂട്ടത്തിലൊരു ചെറിയൊരു കുട്ടി ഉണ്ടാവും. ആരാണത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരിൽ സ്വഹാബികൾ പലരും ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ കുട്ടിനെ ഞങ്ങളുടെ കൂടെ ഇരുത്തുന്നത്? താങ്കൾ എന്തിനാണ് ഈ കുട്ടിനെ ഞങ്ങളുടെ കൂടെ ഇരുത്തുന്നത്? ഇവൻ്റെ പ്രായത്തിലുള്ള മക്കൾ ഞങ്ങൾക്കുണ്ട്. ഇവൻ്റെ പ്രായത്തിലുള്ള മക്കൾ ഞങ്ങൾക്കുണ്ടല്ലോ. അവരൊരിക്കലും കുറ്റപ്പെടുത്താൻ ചോദിക്കുകയല്ല. അത് ശരിയാണോ? അതൊരു മര്യാദയല്ലല്ലോ. ദീനിൽ എല്ലാവർക്കും അവരുടേതായ സ്ഥാനം കൊടുക്കണ്ടേ എന്നുള്ള നിലയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരോടും ചോദിക്കുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ സൂറത്ത് നസ്ർ എന്നറിയപ്പെടുന്ന ഈ സൂറത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ സൂറത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ സഹാബത്ത് എല്ലാവരും നമ്മൾ സാധാരണ പരിഭാഷയിൽ കാണുന്ന അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ കൂടുതൽ തസ്ബീഹും ഇസ്തിഗ്ഫാറൊക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ള പ്രത്യക്ഷത്തിലുള്ള അർത്ഥം സഹാബത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം, അവിടെ ഇബ്നു അബ്ബാസ് ഉണ്ട്. ഇബ്നു അബ്ബാസ് തന്നെ ഉമർ ബിൻ ഖത്താബ് പറയാണ്, ഇങ്ങനെയാണോ ഇബ്നു അബ്ബാസ് അതിൻ്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് പറഞ്ഞു, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ തെറ്റാണെന്നല്ല, പക്ഷെ ഇതിൻ്റെ ശരിക്കുള്ള കൂടുതൽ അതിനോട് കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുക്കാറായി എന്നുള്ള അറിയിപ്പാണ്.
അപ്പോൾ ഇവിടെ ഇദ്ദേഹം അത് ചോദിക്കുന്നത്, ഇവരെക്കാൾ ഇൽമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല മേഖലകളിലും ആര് വലുതാണ്? പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഇബ്നു അബ്ബാസ് വലുതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞത് വലിയ കിബാറുകളായിട്ടുള്ള ഉലമാക്കൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രായം മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. പ്രായവും പരിഗണിക്കണം, അതേപോലെ എന്തും പരിഗണിക്കണം, ഇൽമും പരിഗണിക്കണം. ഇത് രണ്ടെണ്ണത്തിനേക്കാളും നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? സുന്നത്തിന് എതിരാകാതിരിക്കുന്നുണ്ടോ എന്ന് പരിഗണിക്കണം. സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാട്ടിൽ പറയുന്ന സുന്നത്തല്ല കേട്ടോ, ശരിയായ അഖീദയ്ക്കും മനഹജിനും എതിരാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പല ആളുകളും പല ബിദഅത്തിന്റെ ആളുകളിലും ഒരുപാട് സുന്നത്തിന്റെ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു അശ്അരികൾ മനസ്സിലാൻ വേണ്ടി പറയാം. അശ്അരികൾ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഉസൂലുകളും സലഫിയത്തിന് എതിരാകുന്ന ഉസൂലുകളൊന്നുമല്ല. ചില ഉസൂലുകൾക്ക് സലഫിയത്തിന് എതിരാകുന്നതുകൊണ്ടാണ് അവർ വേറെ തന്നെ ഒരു വിഭാഗം മാറിയത്. ശ്രദ്ധിക്കണേ, ചില ഉസൂലുകൾക്ക് എതിരാകുന്നതുകൊണ്ടാണ് അവർ വേറെ തന്നെ ഒരു വിഭാഗമായി മാറിയത്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സലഫിയത്തിൻ്റെ എത്രത്തോളം ഉസൂലുകൾക്ക് യോജിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു കാര്യമില്ല. സലഫിയത്തിൻ്റെ എത്രത്തോളം അടിസ്ഥാനങ്ങൾക്ക് ഒരാൾ യോജിച്ചു വരുന്നുണ്ട് എന്നുള്ളതിൽ ഒരു കാര്യമില്ല. അത് മിക്ക ബിദഅത്തിന്റെ കക്ഷികളും പല ഉസൂലുകളും യോജിച്ചിട്ടുണ്ടാവും. പക്ഷേ സലഫിയത്തിൻ്റെ ഒരു അസ്ലിനും എതിരാകാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. സലഫിയത്തിൻ്റെ ഒരു അസ്ലിനും എതിരാകാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരാൾക്കുണ്ട്. കുറേ പ്രായമുണ്ട്, കുറേ ഇൽമുണ്ട്, പക്ഷേ അയാൾ സലഫിയത്തിൻ്റെ പല അസ്ലുകൾക്ക് എതിരാകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അയാളിന് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇൽമ് സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇൽമ് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച വിഷയമാണ്. നമ്മൾ അറിവ് അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ, യാത്ര ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ വലിയ പണ്ഡിതന്മാരും ഷെയ്ഖുമാരൊന്നും ഇല്ലെങ്കിൽ ഉണ്ട്, ഇന്ത്യയിലൊക്കെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അൽഹംദുലില്ലാഹ്. ഉത്തരേന്ത്യയിലും മറ്റും പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലായി ഒരുപാട് ഇൽമുള്ള പല പണ്ഡിതന്മാരുണ്ട് അൽഹംദുലില്ലാഹ്. റബ്ബ് അവർക്കൊക്കെ കൂടുതൽ ആഫിയത്തും ആയുസ്സൊക്കെ നൽകട്ടെ. അവരിലൊക്കെ പലരും നമ്മൾ പലരെ പറ്റി കേട്ടിട്ട് പോലുമില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ 2 സ്വഹീഹൈൻ മുഴുവൻ ഹിഫ്ളുള്ള പണ്ഡിതന്മാരുണ്ട്. ഖുർആൻ്റെ തഫ്സീറുകൾ, അതിൽ സലഫുകളുടെ എല്ലാ അഖ്വാലുകളും മനപ്പാടമുള്ള പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ ഒരുപാട് മീസത്തുകൾ, പ്രത്യേകതകളുള്ള വലിയ വലിയ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് പഠിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആളുകളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ചെയ്യുന്നത് പോലെ വീട്ടുകാരുടെ അനുവാദം കണക്കിലാക്കാതെ മറ്റുള്ള ബാധ്യതകൾ പരിഗണിക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞ് പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിലൊരു തഫ്സീലുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 തരം ഇൽമുണ്ട്. ഫർള് നമ്മൾ ഓരോരുത്തരും പഠിച്ചില്ലെങ്കിൽ കുറ്റക്കാരാകുന്ന ഇൽമുണ്ട്, അതിന് പുറമേക്കുള്ള ഇൽമുണ്ട്. ഈ നിർബന്ധമാകുന്ന ഫർള് ഐനാകുന്ന ഇൽമാണെങ്കിൽ മാതാപിതാക്കളുടെ അനുവാദം വേണമെന്നില്ല. ശ്രദ്ധിക്കണേ, നമ്മളുടെ മേൽ പഠിക്കൽ നിർബന്ധമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ഫർള് ഐനായിട്ടുള്ള ഇൽമ് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നാൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നൊരു വഴിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിക്കൽ നിർബന്ധമാണ്. അതെവിടെയാണോ അറിവുള്ളത് അവിടേക്ക് നമ്മൾ പോകൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അതിനവൻ്റെ മാതാപിതാക്കൾ അവനെ സമ്മതിക്കുന്നില്ലെങ്കിലും അവൻ ആ സമ്മതം എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. എന്നാൽ ഫർള് കിഫായയിൽ അങ്ങനെയല്ല. ഫർള് കിഫായയിൽ മാതാപിതാക്കളുടെ അനുവാദം നിർബന്ധമാണ്. ശ്രദ്ധിക്കണേ, ഫർള് കിഫായ ആകുന്ന അറിവാണെങ്കിൽ അതിൽ മാതാപിതാക്കളുടെ അനുവാദം നിർബന്ധമാണ്.
മാതാപിതാക്കളെ അനുവാദം വാങ്ങിച്ച് അവരെ തൃപ്തിപ്പെടുത്തി എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മലയാളത്തിൽ സോപ്പ് ഇടാന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ സോപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അവരുടെ തൃപ്തി കിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ യാത്ര പോവാൻ. അത് ഫർദ കിഫായ ആകുന്ന അറിവിൽ അങ്ങനെയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നു, ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇൽമു പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഉമ്മ ഞാനിവിടെ നാട്ടിൽ നിന്ന് കച്ചവടം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞെന്താ, ഉമ്മാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പറഞ്ഞൊന്ന് സോപ്പ് ഇട്ടിട്ട് മയപ്പെടുത്തിയിട്ട് തൃപ്തിപ്പെടുത്തുക ഉമ്മാൻ അങ്ങനെയെങ്കിലും, എന്നിട്ട് നീ എന്ത് ചെയ്യുക, നീ പഠിക്കാൻ പോയിക്കൊള്ളാനാണ് പറഞ്ഞു. അങ്ങനെ അല്ലാതെ അവരുടെ തൃപ്തിയില്ലാതെ ഫർദ് കിഫായാകുന്ന അറിവ് കരസ്ഥമാക്കാൻ മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല ആളുകളും അവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വിഷയം, മാതാപിതാക്കളെ അനുവാദമില്ലാതെ പോകാന്നുള്ളത് ഒരു തെറ്റാണ്. അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണെന്ത്, തൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ പരിഗണിക്കാതെ, അവർക്കുള്ള ആവശ്യങ്ങൾ നോക്കാതെ, അവർക്കുള്ള അത്യാവശ്യ ചെലവുകൾ പൂർത്തീകരിക്കാതെ മറ്റ് നാടുകളിലേക്ക് അവരെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ അപകടം പിടിച്ച തെറ്റാണ്. പല ആളുകളും എന്തെങ്കിലും കേട്ട പാതി കേൾക്കാത്ത പാതി പലതും എടുത്ത് ചാടുന്ന ആളുകളാണ്. പലതും പലവിടെ നിന്ന് കേട്ടിട്ട് തെറ്റിദ്ധരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണ്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യിഅ ഖൂത അഹ്ലിഹി. ഒരാൾക്ക് തിന്മ എന്തുമാത്രം മതിയാകുന്നതാണ്, അവൻ്റെ കുടുംബത്തിൻ്റെ അത്യാവശ്യമായി കൊടുക്കേണ്ട ചെലവുകൾ കൊടുക്കാതെ ആ കുടുംബത്തിനെ പാഴാക്കുക എന്നുള്ളത് ഒരാൾക്ക് തിന്മയായി അത് തന്നെ മതി. അത് ഗൗരവമുള്ള വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് വിശ്വാസം പഠിപ്പിച്ചു തരാണ്. ദീൻ പഠിക്കുന്നതിൽ പോലും അത് കുറ്റം കിട്ടുമെങ്കിലേ, നമ്മൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആൾക്കാരെ കണ്ട് 40 ദിവസം എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു പോക്കൊണ്ട് പോകും. വീട്ടുകാരെന്തായി, കുടുംബക്കാരെന്തായി ഒന്നും നോക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് നിർബന്ധമായിട്ടുള്ള ഫർദ് ഐനായിട്ടുള്ള അറിവ് നമ്മൾ എന്ത് ചെയ്യണം, മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ എവിടെയാണോ അറിവ് കിട്ടുന്നത് അവിടെ പോയിട്ട് ആ അറിവ് കരസ്ഥമാക്കി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, മടങ്ങി വരാൻ. ഇനി അതിന് ശേഷമുള്ള അറിവ് നമ്മൾ എന്ത് ചെയ്യാം, മാതാപിതാക്കളുടെ തൃപ്തി ചോദിച്ച്, അവരുടെ സമ്മതം ചോദിച്ച്, അനുവാദം ചോദിച്ച്, മറ്റുള്ള ബാധ്യതകൾ നമ്മൾക്ക് പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങനെയുള്ള യാത്രകൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തു വേണം, ഏറ്റവും മികച്ചത് കിട്ടണം എന്നുള്ള ചിന്ത വേണം. ഇൽമിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഹൈറായത്, ഏറ്റവും നാഫി ആയത് അത് നിങ്ങൾക്ക് കിട്ടണം, ഏറ്റവും നല്ലത് വേണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇത്രയും പേരും കേൾക്കുന്ന ഈ സംസാരം, ഈ സംസാരിക്കുന്ന ഞാൻ, എനിക്ക് ഈ ഇൽമിൽ വലിയ കാര്യമായിട്ടുള്ള മികവോ അല്ലെങ്കിൽ പരിചയ സമ്പത്തോ ഒന്നുമില്ലാത്ത എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ഈ ഇൽമ് സ്വീകരിക്കുന്നതാണോ നിങ്ങൾക്ക് ഹൈർ? അതല്ല ഈ ഇൽമിൽ ഒരുപാട് പരിചയ സമ്പത്തുള്ള, ഒരുപാട് വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുള്ള, അതിൽ ലോകത്തിൽ തന്നെ മികച്ച ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാം, നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഹൈർ ഏതാണ്, ഏറ്റവും നല്ലത് ഏതാണ്? ആ നല്ലത്, ഏറ്റവും മികച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള ചിന്ത വേണം. മറിച്ച് സത്യമായിട്ടും ഞാൻ ഒരിക്കലും തമാശയ്ക്കൊന്നും ആലങ്കാരികമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ദീൻ പഠിക്കുന്നതിനേക്കാളും എൻ്റെ എന്തെങ്കിലും സംസാരങ്ങൾ കേൾക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും നിങ്ങൾ ഏറ്റവും ഇൽമുള്ള ആളുകളിൽ നിന്ന്, ഏറ്റവും മികച്ച, അതിപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും സാരമില്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് സംസാരം, എഴുത്തുകൾ, കിതാബുകൾ, വീഡിയോകൾ ലഭ്യമാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ ഉലമാക്കളുടെ സംസാരങ്ങളും എഴുത്തുകളും പഠനങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും മിനിമം അവരുടെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരവസ്ഥയിലേക്ക് ആകാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിൽ ഈ മൊബൈലുണ്ട്, ഇതിലെല്ലാം കിട്ടും, എല്ലാ പണ്ഡിതന്മാരുടെ ദർസുകളും കിട്ടും, എല്ലാ കിതാബുകളും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് അറബി അറിയില്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് ഉപകാരം എടുക്കാൻ സാധിക്കുന്നില്ല.
ഏതുപോലെ എന്താ പറയുക, ഒരു കടലിൻ്റെ ഉപ്പുള്ള സമുദ്രത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കുട്ടി. അവൻ ദാഹിക്കുന്നുണ്ട്, പക്ഷേ ഈ കടൽ വെള്ളം മുഴുവൻ ഉപ്പാണ്, അവൻ കുടിക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ ഇങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഇത് നമ്മുടെ പോരായ്മയാണ്. ഇത് റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ഉറപ്പാണ്. റബ്ബ് നമ്മളോട് ഈ കാലഘട്ടത്തിൽ, ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ റബ്ബ് അവനോട് ചോദ്യം ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, നിനക്ക് ഈ അറിവിൻ്റെ കടല് ബഹർ നിന്റെ മുന്നിൽ എളുപ്പമാക്കി തന്നിട്ട് നീ അതിൽ നിന്നും എന്താണ് ഉപകാരമെടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും. പേടിക്കേണ്ട ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ, നിങ്ങൾക്ക് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വലിയ പോരായ്മയിൽ എപ്പോഴുള്ളത്. നിങ്ങൾക്കത്, ആ ഒരു ഉപകാരം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ ആയിത്തീരണം. അല്ലേ? എത്രയോ തുല്ലാബുകൾ പല നാടുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയുടെ സംസാരം, ദർസുകൾ മാത്രം കേട്ടിട്ട് വലിയ ഇൽമുള്ള അവസ്ഥയിലേക്ക് ആയിത്തീർന്ന എത്ര ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ പല പണ്ഡിതന്മാരുടെ അടുക്കലും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനങ്ങൾ പഠിച്ചു. പിന്നെ ഇതുപോലെ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റാത്ത പണ്ഡിതന്മാർ ലഭിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയുടെ ഓരോ വിഷയത്തിലും ഓരോ ക്ലാസ്സുകൾ, ഇന്ന വിഷയത്തിൻ്റെ ഷറഹ് ഇബ്നു ഉസൈമിൻ്റെ, ആ വിഷയത്തിൽ ഈ ഷറഹ്, കിതാബ് തൗഹീദ്, വാസിത്തിയ, തദ്മൂരിയ, ഹമവിയ, ഖവായിദുൽ മുസ്ലിം, ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ കേട്ട് വലിയ ഇൽമുള്ള ആളുകളായി തീർന്ന എത്രയോ, ഒന്നും രണ്ടും പേരൊന്നുമില്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇന്ന് ലോകത്തിൽ. നിങ്ങൾക്കും സാധിക്കും. വളരെ എളുപ്പമുള്ള ഭാഷയാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയാണ്. ഇനി മനസ്സിലാകാത്ത ആളുകൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് അറബി ഭാഷയുടെ അടിസ്ഥാനം അറിയെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു വിഷയം പഠിപ്പിച്ചെന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകാതെ പോകില്ല, ഉറപ്പാണ്. ഇത്രയും സൗകര്യം റബ്ബ് നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ട് നിങ്ങളിപ്പോഴും അറബി പഠിക്കാതിരിക്കുകയാണെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പേടിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അറിയാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല, ആ വിഷയം പഠിക്കാനുള്ള പണ്ഡിതന്മാരില്ല. ഇതൊക്കെ നമുക്കൊരിക്കലും ഉതിറാവൂല. റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഞാൻ പറയുന്നത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ആളോട് മാത്രം. യാത്ര ചെയ്യാൻ സാധിക്കുന്നൊരു യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് പണ്ഡിതന്മാർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഒരു പ്രത്യേക രാജ്യത്ത് മാത്രമല്ല ഇൽമുള്ള ഉലമാക്കളുള്ളത്, മിക്ക രാജ്യങ്ങളിലുണ്ട്. അവരുടെ അടുക്കലേക്കൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് സൗകര്യപ്പെടുന്ന, കൂടുതൽ ഇൽമുള്ള, നമുക്ക് കൂടുതൽ സൗകര്യങ്ങളും അല്ലെങ്കിൽ ജീവിക്കാനുള്ള നല്ല സാഹചര്യങ്ങളുള്ള നല്ല നമുക്ക് യോജ്യമായ നാടുകളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ യാത്ര ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ ജോലിക്കായിട്ടൊന്നും പോകണമെന്നൊന്നുമില്ല. പിന്നെ ആ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഈ ഒരു സമയം, അതായത് ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ് മുഹറം തുടങ്ങുന്ന ഈ ഒരു സമയം എന്നുള്ളത് അവിടെ എന്താ പറയുക, സൊയ്ഫിയാണ് പറയാം, വേനലവധിയാണ്. അവിടെ വേനലവധിയാണ്. ഈ സമയത്ത് മദീനയിലും റിയാദിലും മറ്റ് സൗദിയിലെ നാടുകളിലും ഒരുപാട് ദൗറകൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു 10 വിഷയങ്ങളും 10 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ദൗറകൾ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് 10-15 കിതാബുകൾ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ദൗറകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 10-15 ജുസ് വരെ ഖുർആൻ ഹിഫ്ളാക്കി തീർക്കാൻ പറ്റുന്ന ദൗറകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ മുത്തൂനുകൾ ഹിഫ്ളാക്കി തീർക്കാൻ പറ്റുന്ന ദൗറകൾ, അല്ലെങ്കിൽ ഹദീസിൻ്റെ കിതാബുകൾ, ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോ രീതികളിൽ വ്യത്യസ്ത തരത്തിലുള്ള ദൗറകൾ ഒന്നും രണ്ടും അല്ല, ഒരുപാടുണ്ട്. ഈ ഒരാൾക്ക് ഒരു ഉദാഹരണം മനസ്സിലായാൽ നിങ്ങൾക്കൊരു ഐഡിയ, പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരാൾക്ക് സാമ്പത്തികമായി എളുപ്പം കിട്ടും, കച്ചവടത്തിൽ കുറച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ അവൻ ഈ മാസം കുറച്ച് എടുത്തു വെച്ചിട്ട് ഈ ഒരു മാസം എന്ത് ചെയ്യുക, വീട്ടുകാരുടെ അനുവാദം ചോദിച്ചിട്ട് അവനൊന്ന് എന്ത് ചെയ്യുക, ഇവിടേക്ക് പോവാം, മദീനയിലേക്കോ റിയാദിലേക്കോ ഏതെങ്കിലും നാടുകളിലേക്ക് പോവാം. ഇതുപോലെ ഏതെങ്കിലും ദൗറകൾ അന്വേഷിച്ച് അവിടെ ഈ ഒരു മാസം ഈ ദൗറയിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോ വർഷവും ഈ ഒരു മാസം മാത്രവും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങൾ ഇത് മുറാജ ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അത്രയും ഉപകാരപ്രദമായ, വളരെ
എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് ദൗറകൾ സൗദിയിലും മറ്റൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ, എങ്ങനെയെങ്കിലും ഞാനത് കരസ്ഥമാക്കണം എന്ന് വാശി പിടിച്ചാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വഴി അന്വേഷിച്ച് നോക്കും, അത് ശരിയായില്ല, അപ്പോൾ ഇത് നടക്കൂല, ഒരു വഴികൾ എളുപ്പാവുന്നില്ല, അങ്ങോട്ട് പറ്റൂല, ഇത് പറ്റൂല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ് എന്ത്? വലാ തഅജിസ്, അജിസ് കാണിക്കരുത്, അശക്തനാവരുത്, എന്നെ കൊണ്ട് സാധിക്കൂല, എനിക്കൊന്നും പഠിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, ഞാനൊന്നും പഠിച്ചിട്ട് അവിടെ എത്തൂല എന്നൊന്നും ആരും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളാരും നിങ്ങളെപ്പറ്റി എന്ത് ചെയ്യണ്ട? നിസ്സാരവൽക്കരിക്കണ്ട. നിങ്ങളാരും നിങ്ങളെപ്പറ്റി നിസ്സാരവൽക്കരിക്കണ്ട. നിങ്ങളുടെ പക്കലുള്ളത് ശരിയായ ഇൽമാണെങ്കിൽ, ശരിയായ ആളുകളിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ ഇരുട്ട് നിറഞ്ഞ, മുഴുവൻ കൂരിരുട്ട് കൊണ്ട് നിറഞ്ഞ, എല്ലാ അപകടങ്ങളുമുള്ള നാട്ടിൽ നിങ്ങൾ ഒരു ചെറിയൊരു മെഴുകുതിരി വട്ടാണ്. ഈ മെഴുകുതിരി വട്ടം അത് പകൽ വെളിച്ചത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും കൂരിരുട്ടുള്ളൊരു യാത്രയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ആ ചെറിയ വെളിച്ചം കൊണ്ട് രക്ഷപ്പെടും. അതുപോലെ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട? നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയായ അറിവാണെങ്കിൽ അതിനെ നിസ്സാരമാക്കണ്ട. നിങ്ങൾ നിങ്ങളെപ്പറ്റി നിസ്സാരമായി കണക്കാക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. പിന്നെ അവസാനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സമയമായതുകൊണ്ട് നിർത്തുകയാണ്. ഈ ഇൽമ് നിങ്ങളിൽ അമലായിട്ട് എന്ത് ചെയ്യണം? പ്രകടമാണ്. ഈ ഇൽമ് നിങ്ങളിൽ അമലായിട്ട് പ്രകടമാണ്. എല്ലാ ഇൽമും, നിങ്ങൾക്ക് കിട്ടിയ ഇൽമു കൊണ്ട്, വളരെ പണ്ഡിതന്മാർ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ലഭിച്ച അറിവ് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത അറിവ് റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരും. സിമ്പിളാണ്. നിങ്ങൾക്ക് ലഭിച്ച ഇൽമു കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത അറിവ് റബ്ബ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള ഒരു കായികയാണ്, ഒരു അടിസ്ഥാനമാണ്. നമ്മളൊന്ന് പരിശോധിച്ചേക്ക്, ഒരു കമ്പാരിസൺ ചാർട്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ മസ്തകൾ പഠിച്ചു, എന്തൊക്കെ സുന്നത്തുകൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഹറാമാണെന്ന് പഠിച്ചു. നമ്മളിപ്പുറത്ത് നമ്മുടെ ഇൽമിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഇപ്പുറത്ത് അമലിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കുക, കമ്പയർ ചെയ്യുക. എത്രയൊക്കെ നമ്മൾ അമലാക്കി, എന്തൊക്കെ വാജിബുകൾ ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ട്, എന്തൊക്കെ ഹറാമുകൾ ഞാൻ വിട്ടു നിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഇൽമ കിട്ടാത്തത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അടിസ്ഥാനപര മനസ്സിലാക്കാൻ അവസാനിപ്പിക്കുകയാണ്. ഇൽമ എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ IQ പവറോ ബുദ്ധിശക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവോ നിങ്ങളുടെ മുന്നിലുള്ള പണ്ഡിതന്മാരുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലൈബ്രറി കിതാബുകളുടെ വലിപ്പമോ ഇതൊന്നും കൊണ്ടും നിങ്ങൾക്ക് ഇൽമ കിട്ടൂല. ഇൽമ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ഔദാര്യമാണ്. റബ്ബ് ഒരു അടിമയ്ക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച അനുഗ്രഹമാണ് ഇൽമ എന്നുള്ളത്. അത് അവൻ ഏറ്റവും നല്ല ആളുകൾക്ക്, അതിന് മാത്രം പോകുന്ന ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് അല്ലാതെ കൊടുക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ഒരു ബോധം നമുക്ക് അടിസ്ഥാനപരം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഇൽമിനോടുള്ള ബാധ്യത എന്നുള്ളത്, നമ്മളിൽ ഈ ഇൽമ എന്ത് ചെയ്യണം? അമലായി പ്രകടമാണ്. പ്രാക്ടിക്കലായി എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരണം ഓരോ വിഷയത്തിൽ, എല്ലാത്തിലും. എത്രത്തോളം നിങ്ങൾ ഇൽമിനെ അമലാക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടാത്ത ഇൽമുകൾ റബ്ബ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും ഈ കേട്ട കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കാനും ഈ ഒരു ഇൽമിൻ്റെ വഴിയിൽ മരണം വരേക്കും നല്ല നീയത്തോടു കൂടെ ഉറച്ചു നിൽക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.